ഒരിക്കൽ കൂടെ സന്തോഷത്തോട് കൈയുയർത്തി സ്തോത്രം ചെയ്യാം. ഞാൻ ഈ പ്രഭാഷണം ഇന്ന് രാത്രി നടത്തുന്നത് ഇവിടെ വന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. ദൈവമക്കളും പഠിക്കേണ്ട അതിപ്രധാനമായൊരു വിഷയമാണ്. സാധാരണയായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമുണ്ട്: നീതിമാനായൊരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അനീതി അനുവദിക്കുന്നു? ഇത് നിരീശ്വരവാദികളും ചോദിക്കുന്നു, വിശുദ്ധന്മാരും ചോദിക്കുന്നു. വേദപുസ്തകത്തിലെ ഭക്തനായ ആസാഫും ഒക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. യോബ് ചോദിച്ചിട്ടുണ്ട്, ദൈവം അനീതി എന്തുകൊണ്ട് അനുവദിക്കുന്നു? അക്രമങ്ങൾ നടക്കുന്നു, കൊള്ള നടക്കുന്നു, കൊള്ളിവയ്പ്പ് നടക്കുന്നു, നിരപരാധികൾ കശാപ്പ്, ഇറച്ചിക്കടയിൽ മാംസം കൊത്തി നുറുക്കുന്ന പോലും മനുഷ്യനെ കൊത്തി നുറുക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ പറഞ്ഞു, ദൈവം മരിച്ചുപോയി. ഇല്ല, ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന് പ്രായമായി പോയി. അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കഴിയുന്നില്ല, ചെവി കേൾക്കാൻ കഴിയുന്നില്ല. അല്ല, ഇതൊക്കെ കണ്ടിട്ട് ദൈവം എന്താ അനങ്ങാത്തത്? ഇത് നിരീശ്വരവാദിയുടെ മാത്രം ചിന്തയല്ലായിരുന്നു, ഭക്തന്മാരും ചോദിച്ചിട്ടുണ്ട്. വായിച്ചാട്ട് പാസ്റ്റർ പഠനപ്രസംഗം കൂടെയാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചനം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഹബക്കൂക്ക് 1-ന്റെ 2-ാം വാക്യം. വേഗത്തിൽ വാക്യങ്ങൾ എടുത്ത് വെച്ച് വായിക്കണം. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ആരെങ്കിലും കൂടെ ഒക്കെ സഹായിച്ചാട്ട്. ഓക്കെ, ഹബക്കൂക്ക് 1-2. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളവും നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്ത്? അടുത്തത്, കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. കലകം നടക്കുന്നു, ശണ്ട ഉളവായി വരുന്നു, അതുകൊണ്ട് ന്യായം. കണ്ടോ, നമ്മുടെ മുമ്പിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശണ്ട നടക്കുന്നു, കൊലപാതകം നടക്കുന്നു, കൊലകൾ നടക്കുന്നു. എന്നിട്ട് ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? മോനെ 13-14 വായിച്ചാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. 13-14 വാക്യം കൂടെ. 1-13-14. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും കാണുവാൻ കഴിയാത്തവനായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവനെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ അപ്പൊ തമ്പുരാനെ നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നമുക്കും തോന്നാം, എന്തുകൊണ്ട് ദൈവം ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു? 10-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. 10-ാം സങ്കീർത്തനം വാക്യങ്ങൾ വേഗത്തിലെടുത്ത് വായിച്ച് സഹായിക്കണം. 10-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്ത്? അടുത്തത്, നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കി കണ്ടിരിക്കുന്നു. ദൈവം പുത്തൂർക്കാരോട് ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ദൈവം നിശബ്ദനായിരിക്കുന്നത് കൊണ്ട് എന്നും ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കരുത്. ന്യായവിധിയില്ലെന്ന് ചിന്തിക്കരുത്. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ അവൻ ദോഷത്തെയും പകയെയും നോക്കി കണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ വാ തുറന്ന് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാം. ദൈവം നിശബ്ദമായിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയിൽ നിന്ന് ചിന്തിക്കരുത്. ബൈബിൾ പറയുന്നു, കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. നീതിമാന് ഭൂമിയിൽ പ്രതിഫലമുണ്ടെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തക്ഷണം നടക്കാത്തത് കൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുവാൻ ബന്ധപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ന്യായവിധി ഇല്ല എന്ന് ആരും ചിന്തിക്കരുത്. എന്തുകൊണ്ട് ദൈവം ന്യായവിധി താമസിക്കുന്നു എന്നതിന് വേദപുസ്തകം 5 കാര്യങ്ങൾ പറയുന്നു. 1, ദൈവത്തിൻ്റെ ദയ. ദൈവം ദയാലുവായതുകൊണ്ട് ന്യായവിധി താമസിക്കുന്നു. പക്ഷേ നഹൂം പ്രവചനം 1-ാം, എല്ലായിടത്തും വായിക്കാൻ നേരമില്ല, പ്രധാന വിഷയത്തിലേക്ക് വരണം. നഹൂം പ്രവചനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആരെങ്കിലും വായിച്ചോട്ടെ? നഹൂം പ്രവചനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യെസ്. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും
മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. അവൻ മഹാശക്തിയുള്ളവനാ, അവൻ മഹാദയാലുവാ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകില്ല. ദൈവത്തിൻ്റെ ദയയാണ് ഈ രാത്രിയിൽ വരെ നമ്മൾ ജീവനോടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവർ വാ തുറന്ന് കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറയാം. തമ്പുരാൻ ഓരോന്നിനും അടിക്കാൻ തുടങ്ങിയാൽ, ശിക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ ആരും കാണില്ല. നമ്മുടെ യോഗ്യത കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്, ദൈവം മഹാദയാലുവായതുകൊണ്ടാണ്. ഒന്നുകൂടെ വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാം. 2, ശ്രദ്ധിച്ചു കേൾക്കണം. എന്തുകൊണ്ട് ന്യായവിധി ഉടനെ നടക്കുന്നില്ല? രണ്ടാമത്തെ കാരണം അനേകരുടെ മധ്യസ്ഥത നിമിത്തമാണ്. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഇടിവിൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിപ്പാൻ ആളുണ്ടെങ്കിൽ, കരയുവാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, എസ്കേൽ 30, അതിനെ മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ഞാൻ ആരെയും കണ്ടില്ല, അതുകൊണ്ട് എൻ്റെ ക്രോധം അവിടെ മേൽ ചൊരിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇടിവിൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ, മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. സാത്താൻ ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്, സാധാരണ ആരും പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ് ഈ ലാസ്റ്റ് ദിവസം പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് പ്രസംഗിക്കാൻ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ രാത്രി ദൈവം ഒരു വൻ കാര്യം ചെയ്യും. പോരാ, ശക്തി പോരാ നിങ്ങളുടെ സ്തോത്രത്തിന്. വർഷം മുഴുവൻ നിന്ന് വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്തൊരു വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ തോട്ടയുടമസ്ഥൻ വന്നപ്പോൾ ആ ന്യായവിധിയുടെ കരത്തെ തടഞ്ഞു നിർത്തിയത് ആ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയായിരുന്നു. അയാൾ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ അയാളുടെ മധ്യസ്ഥത ആ വൃക്ഷത്തിന് ആയുസ് നീട്ടിക്കൊടുത്തു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഒരു വീട്ടിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, കരയാനുണ്ടെങ്കിൽ, അവനെ ഓർത്ത് അവളെ ഓർത്ത് ആ വീടിന്റെ ന്യായവിധിയും താമസിപ്പിക്കും. പോരാ, ശക്തിയോടെ സ്തോത്രം പറയൂ. ഒരു സഭയിൽ ഒരു കുടുംബം കരയാനുണ്ടെങ്കിൽ, ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ, ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധിയും താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ കരയാനുണ്ടെങ്കിൽ, ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ, അവരെ ഓർത്ത് ആ ദേശത്തിന്റെ ന്യായവിധിയും താമസിപ്പിക്കും. ഒന്ന് വാതുറന്ന് കൈയടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ദേശമേ ദേശമേ ഹോമിടവനെ കേട്ടുകൊള്ളുക. പാപമില്ലാഞ്ഞിട്ടല്ല, ദുഷ്ടതയില്ലാഞ്ഞിട്ടല്ല, പാപം പെരുകാഞ്ഞിട്ടല്ല ദൈവനാവി താമസിക്കുവാൻ കാരണം ഇടിവിൽ നിൽപ്പാൻ, കരയുവാൻ, മുറ്റുമേ നിൽപ്പാൻ, മധ്യസ്ഥത അണയ്ക്കാൻ ഇവിടെ ദൈവമക്കളുള്ളത് കൊണ്ടാണ്. ഒരു അഭിഷക്തൻ കണ്ട വലിയ ദർശനം, ദൈവം തന്നെ ന്യായവിധിയുടെ വാളുമായി തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഒരു കാലദേഹം സമുദ്രത്തിലും ഒരു കരം കരയിലുമായി നിൽക്കുന്നു. ഇങ്ങനെ വാളോങ്ങി നിൽക്കുമ്പോൾ ഒരുപക്ഷം ദൈവമക്കൾ ഇടിവിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ നശിപ്പിക്കരുത്. ഒന്നുകൂടെ പറയാം, പുത്തൂർ ദേശവാസികളെ, ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ വഷളത്വം ഇല്ലാഞ്ഞിട്ടല്ല, അകൃത്യമില്ലാഞ്ഞിട്ടല്ല, ദുഷ്ടത ഇല്ലാഞ്ഞിട്ടല്ല, പാപം ഇല്ലാഞ്ഞിട്ടല്ല, ന്യായവിധി താമസിക്കുന്നതിന്റെ കാരണം വേദപുസ്തകം പറയുന്നു, ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം. അതിലൊന്ന്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. ഇവിടെ നിൽക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ന്യായവിധി താമസിക്കുന്നത്. ഒന്ന് കൈയടിച്ച് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധിയിലും ഇവിടെയും എന്നെ കേൾക്കുന്ന സഹോദര, യുവാവേ, നീ വഴിയിൽ തകരാഞ്ഞത്, വഴിയിൽ നീ ഇല്ലാതെയാകാഞ്ഞത് ഇതൊരു പ്രവചന ശബ്ദമാണ്. നിന്നെ പലവട്ടം വഴിയിൽ തകർക്കാൻ ദുഷ്ടപിശാച് കണിയൊരുക്കി കാത്തിരുന്നിട്ടും നീ അവിടെ തകർന്നു പോകാഞ്ഞത് ആരോ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒന്നുകിൽ നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, അല്ലെ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ നിന്റെ സഭയുടെ പാസ്റ്ററുടെ കണ്ണുനീർ. ആ കണ്ണുനീർ കണ്ട് ദൈവം നിനക്ക് ആയുസ് ദീർഘമാക്കി തരുന്നു, നീ മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ. ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിക്കും. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളെ, നീ ദൈവത്തോട് ചോദിക്കുന്നില്ല, ഇത്രയും നാൾ കരഞ്ഞിട്ട് എന്താ ഫലമുണ്ട്? ഇപ്പം
പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീർ വൃഥാവല്ല, നിന്റെ കണ്ണുനീർ വൃഥാവല്ല. നീ അറിയാതെ നിന്റെ കണ്ണുനീർ ചിലരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തവർക്ക് വാതുറന്ന് ശക്തിയോടെ സ്തോത്രം പറയാല്ലേ? എനിക്ക് എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിഷയം ന്യായവിധിയാ. എനിക്ക് പ്രസംഗപീഠത്തിൽ വളരെ ഇഷ്ടമാണ് ചൂടുവെള്ളം. വളരെ മനോഹരമായ ഗ്ലാസ്സിൽ നല്ല തിളച്ച, എൻ്റെ ആഗ്രഹം പോലെ തന്നെ പാസ്റ്ററുടെ നല്ല ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തിളച്ച വെള്ളം ഈ മനോഹരമായ ഗ്ലാസ്സിൽ വന്നപ്പോൾ കർത്താവിൻ്റെ ദാസൻ താമസിക്കുന്ന പാഴ്സനേജിലോ അല്ല എവിടെങ്കിലും ഒരടുക്കളയിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. നിശബ്ദമായി ആ പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുമ്പോഴും പുക ഉയരുമ്പോഴും വെള്ളം തിളച്ചു മറിയുമ്പോഴും ആ പാത്രം അതിനായി ഏൽപ്പിക്കപ്പെട്ടു. ആ പാത്രത്തിന് ഈ സ്റ്റേജിൽ വരുവാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ ഈ പാത്രം ഇന്ന് രാത്രിയിലൂടെ വരാൻ ഇടയായത് ആ പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന ദൈവവേദലേ, കരയുന്ന ദൈവവേദലേ, പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിന്റെ വില ലോകം അറിയുന്നില്ല. എന്നാൽ നീ അറിയാതെ നിന്റെ കണ്ണുനീർ അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. കൈകളടിച്ച വാ തുറന്ന ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. ശക്തിയോടെ. മൂന്നാമത്തെ കാര്യം വായിച്ചോട്ടെ പാസ്റ്ററെ. റോമാലേഖനം 2-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. റോമർ 2:3. ആ വക പ്രവർത്തിക്കുന്നവരെ ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവം എന്തുകൊണ്ട് ന്യായം താമസിക്കുന്നു? മൂന്നാമത്തെ മറുപടി, മനുഷ്യന് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം നൽകുന്നു. ഈ 7 വിധ രത്നങ്ങളാൽ കവിചതനായിരുന്നു ലൂസിഫർ. വൈഢൂര്യം, രത്നം, സൂര്യകാന്തം, പത്മരാഗം. അവന്റെ ചിറക് വിടർത്തുമ്പോൾ സപ്തസ്വരങ്ങൾ പുറത്തു വരുമായിരുന്നു. അവൻ തേജോരൂപിയായിരുന്നു. അവൻ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടവനായിരുന്നു, അവൻ്റെ തടങ്ങളും കൂടുകളും. പക്ഷെ ബൈബിൾ പറയുന്നു, അവനിൽ പാപം കണ്ട നിമിഷത്തിൽ ദൈവം അവനെ വെട്ടി താഴെയിട്ടു. ഈ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടവനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനെ ദൈവമാക്കി. അവനാണ് മനുഷ്യൻ. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ വകവ ഞാൻ പറയാ. സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടവൻ, 7 വിധ രത്നങ്ങളാൽ കവിതമായിരുന്ന ലൂസിഫർ പാപം ചെയ്തു വീണപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി ഒരുക്കാത്ത ദൈവം, അവന് മാനസാന്തരത്തിന് ഇട നൽകാത്ത ദൈവം, മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യ നിന്നെ വീണ്ടെടുക്കുവാൻ പദ്ധതി ഒരുക്കി. ആമേൻ. മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തരുന്നു. പിന്നെ ഞാൻ വിശദമാക്കാം. അപ്പോൾ മാനസാന്തരപ്പെടാൻ ദൈവം അവസരം തരുന്നു. അതേ വാക്യം, അടുത്ത വാക്യം, നിന്റെ അനുതാപമില്ലാത്ത ഹൃദയത്താലും എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക്. ഒരു ദിവസമുണ്ട് കോപമുള്ള, നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസം, കോപ ദിവസം. അടുത്ത വാക്യം, നിനക്ക് തന്നെ കോപം ചരദിച്ചു വയ്ക്കുന്നു. അപ്പം 4-ാമത്തെ കാര്യം ന്യായവിധി താമസിക്കാൻ കാരണം ദൈവം തമ്പുരാൻ പറഞ്ഞ ശിക്ഷ ഒരുമിച്ച് തരാനാ, ആടി ഒന്നിച്ച് തരാനാ. അവിടെ ചരദിച്ചു വെക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് വാക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോറിങ് അപ്പ്, ട്രഷറിങ് അപ്പ് എന്നാണ്. കൂട്ടിയിടുക. പലിശയും കൂട്ടുപലിശയും ചേർത്ത് ദൈവം ഒരു ദിവസം ഒന്നിച്ച് തരും. ഒന്ന് കേൾക്കുന്നു. 5-ാമത്തെ കാര്യം, ഇത് ന്യായവിധിയുടെ സമയമല്ല, ഇത് കൃപയുടെ കാലമാണ്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ഇത് ന്യായവിധിയുടെ കാലമല്ല, കൃപയുടെ കാലമാണ്. ഒന്നുകൂടെ കൈകൾ ഉയർത്തിയാട്ടി ഒരു സ്തോത്രം എന്ന് പറഞ്ഞു. കർത്താവ് എന്നോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ വിടാം. ഈ ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്ന് വരുന്ന അവസരത്തിൽ 3 പ്രാവശ്യം തമ്പുരാൻ പറഞ്ഞു, മോശയോട് എന്നെ വിട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും, ഞാൻ ഈ ജനത്തെ തകർക്കും, നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കാം. അപ്പോൾ മോശ നെടുമ്പാട് വീണ്ടും പറഞ്ഞു, തമ്പുരാനെ ഈ ജാതിയെ കൊല്ലരുത്, എന്നെ കൊന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന കേൾക്കണോ? ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ദൈവം തൻ്റെ തീരുമാനം മാറ്റി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ?
ഇന്ന് രാത്രി നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ആത്മീയ മണ്ഡലത്തിലെ ചില പദ്ധതികളും പരിപാടിയും കണ്ടിട്ട് ദൈവം ഈ ആത്മീയ മണ്ഡലത്തെ തകർക്കാത്തത് നേതാക്കന്മാരുടെ മിടുക്ക് കൊണ്ടല്ല, പ്രിസ്പെക്ടറുടെയും കൗൺസിലിൻ്റെയും ഗുണം കൊണ്ടല്ല, മുണ്ട് മുറുക്കി കൊടുത്ത് കരയുന്ന ചില ഭക്തന്മാരിവിടെ ഉണ്ട്, അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ്. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. അപ്പൊ ഇടിവിൽ നിൽപ്പാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. കുഞ്ഞേ, നിനക്ക് ദൈവം മാനസാന്തരത്തിന് അവസരം തരും. അത് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് നമ്മൾ വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണ്. ഫൈനൽ ജഡ്ജ്മെൻ്റാണ്. ഒത്തിരി അന്യഭാഷയും സ്തോത്രമൊന്നും പറയാൻ കഴിയത്തില്ലെങ്കിലും ഈ ദേശം ഈ സന്ദേശം കേൾക്കണം, നമ്മളും കേൾക്കണം. സാധാരണ പ്രസംഗിക്കപ്പെടാത്തൊരു കാര്യമാണ്. കേൾക്കാൻ ഇഷ്ടവും കാണത്തില്ല, സാത്താൻ ഒട്ടും ഇഷ്ടമല്ലത്. ഒന്നീ കറണ്ട് പോവും, അല്ലെങ്കിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന. ഒന്നാമത് വെളിപ്പാട് പുസ്തകമേ പുള്ളിക്ക് ഇഷ്ടമല്ല. പക്ഷേ ദൈവമക്കളെ സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ഫൈനൽ ജഡ്ജ്മെന്റ്? ഇന്ന് ഇപ്പോൾ ദൈവദാസൻ വായിച്ച വേദഭാഗം ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും മാറിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. പിന്നെ മരിച്ചവർ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സാധാരണയായി ന്യായം വിധിപ്പാനായി ഒരു കോടതി ആവശ്യമാണ്, ഒരു ജഡ്ജി ആവശ്യമാണ്, നിയമ പുസ്തകം ആവശ്യമാണ്, സാക്ഷി മൊഴികൾ ആവശ്യമാണ്, തൊണ്ടി മുതൽ ആവശ്യമാണ്. സ്വർഗത്തിലും കോടതിയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ആ കോടതിയെ സ്വർഗീയ കോടതി എന്ന് നമുക്ക് വിളിക്കാം. ഭൂമിയിലെ കോടതിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സ്വർഗീയ കോടതിയിലുണ്ട്. സാക്ഷികളുണ്ട്, നിയമപുസ്തകമുണ്ട്, തൊണ്ടി മുതലുണ്ട്, സാക്ഷികൾ നിരത്തി വിസ്താരമുണ്ട്. ഭൂമിയിലെ കോടതിയിൽ ഉള്ളതും സ്വർഗത്തിലെ കോടതിയിൽ ഇല്ലാത്തവരുമായ ഒരു കൂട്ടരുണ്ട്. അവരാരെന്നറിയാമോ? വക്കീലന്മാരാണ്. ഇവിടെ ഏത് തെറ്റ് ചെയ്താലും ഒരു നല്ല വക്കീലിനെ കിട്ടിയാൽ രക്ഷപ്പെടാം. പക്ഷെ സ്വർഗത്തിലെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി വാദിപ്പാൻ ഒരു വക്കീലുമില്ല. നിങ്ങൾ തന്നെ വാദിക്കേണ്ടി വരും. കാരണം വക്കീലന്മാരാരേലും രക്ഷിക്കപ്പെട്ടവരുണ്ട്, അവര് വാദിഭാഗത്താ, ബാക്കി എല്ലാത്തിനും പ്രതിഭാഗത്ത് നിൽക്കുകയായിരിക്കും. സ്തോത്രം. അപ്പം നമുക്ക് നോക്കാം. സ്വർഗീയ കോടതി മനുഷ്യനെ ന്യായം വിധിക്കുന്ന അന്ത്യ ന്യായവിധിയുടെ കോടതിയുടെ പേരാണ് സ്വർഗീയ കോടതി. സാധാരണയായി ന്യായം വിധിക്കുന്ന ന്യായാധിപൻ ഇരിക്കുന്ന ആ പീഠത്തിന് ബെഞ്ച് എന്ന് പറയും. ബെഞ്ച് എന്ന് പറയും. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഫുൾ ബെഞ്ച്. ഒരു ജഡ്ജി ആണെങ്കിൽ സിംഗിൾ ബെഞ്ചാണ്, രണ്ടുപേരാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചാണ്, എല്ലാ ജഡ്ജിമാരും ചേർന്ന ഫുൾ ബെഞ്ചാണ്. എന്നാൽ ഇവിടെ ബെഞ്ച് എന്നല്ല, സിംഹാസനം എന്നെഴുതിയിരിക്കുന്നു. കാരണം രാജാതി രാജാവും കർത്താതി കർത്താവുമായ നാസറയനായ യേശുവാണ് മനുഷ്യനെ ന്യായം വിധിപ്പാനിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ കോടതികളുടെ പ്രത്യേകത ശ്രദ്ധിക്കണം. ഒരു കോടതി നിരപരാധി എന്ന് കാണുന്നവനെ മറ്റൊരു കോടതി കുറ്റവാളി എന്ന് കാണുന്നു. ഒരു കോടതി കുറ്റവാളി എന്ന് കാണുന്നവനെ മറ്റൊരു കോടതി നിരപരാധി എന്ന് കാണുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കോടതി വിധികൾ ഫൈനലല്ല. അങ്ങേയറ്റം സുപ്രീം കോടതി വരെ പോകാം. സുപ്രീം കോടതി ശിക്ഷിക്കുന്നവനെ വേണമെങ്കിൽ പ്രസിഡന്റിന് വെറുതെ വിടാം. പക്ഷെ ഈ കോടതി സുപ്രീം ജഡ്ജായ രാജാതിരാജാവും കർത്താതി കർത്താവുമായ നാസറയനായ യേശു സിംഹാസനം ഇരിക്കുന്നതുകൊണ്ട് ഫൈനൽ ലാസ്റ്റ് വിധിയാണ്. അപ്പുറത്തൊരു വിധിയില്ല. നിങ്ങൾക്ക് ആ സിംഹാസനം ഞാൻ ഒരു വാക്കിൽ അതൊന്നും വിവരിപ്പാൻ കഴിയില്ല. വേഗത്തിലെടുത്തൊന്ന് വായിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ സിംഹാസനത്തിന്റെ, ആ കോടതി മുറിയുടെ, ആ ജഡ്ജിംഗ് സീറ്റിന്റെ പ്രത്യേകത മനസ്സിലാകും. വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനത്തിൽ വെച്ച് ന്യായാസനങ്ങളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വായിക്കാം. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും, അവന്റെ തലമുടി നിർമ്മലമായ, അവന്റെ തലമുടി
നിർമ്മലമായ ആട്ടുരോമം പോലെയുമായിരുന്നു. അടുത്ത വാക്യം അവന്റെ സിംഹാസനം ശ്രദ്ധിച്ചോ. അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. വായിക്ക്. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി. വായിച്ചോ. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ഒന്ന് കൈയടിച്ചൊരു സ്തോത്രം പറഞ്ഞേ. ഇങ്ങനത്തെ ഒരു കോടതി മുറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു ബെഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു ന്യായാധിപനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്തിലെ സകല രാഷ്ട്രീയ മീമാംസകന്മാരെയും തത്വചിന്തകന്മാരെയും ഭരണാധികാരികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും ലോകൈക സാമ്രാട്ടുകളെയും ന്യായം വിധിപ്പാനിരിക്കുന്ന സിംഹാസനമാണിത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യവർഗത്തിന് വേണ്ടി സമ്പൂർണ്ണ താഴ്ച വന്ന നസ്രയനായ യേശുവിനെ അവന്റെ സമ്പൂർണ്ണ മഹത്വത്തിൽ ലോകം കാണാൻ പോകുകയാണ്. ഒന്നുകൊണ്ട് നന്നായി സ്തോത്ര ശക്തിയോട് പറയൂ. വേദപുസ്തകം പറയുന്നു, അവന്റെ ഭക്തന്മാർ അവന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഹല്ലേലൂയ. എന്നാൽ ഗുണപ്പെടാത്തവൻ, രക്ഷിക്കപ്പെടാത്തവൻ അവന്റെ സന്നിധിയിൽ വരുമ്പോൾ അവനെ കാണുമ്പോൾ തന്നെ ഉറയ്ക്കുവാൻ തുടങ്ങും. അത്ര ഭയങ്കരമാണ് അവന്റെ സിംഹാസനം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞെങ്കിലും സ്തോത്രം, ഞാൻ കോടതിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ജഡ്ജിയെ കുറിച്ചൊന്ന് വിശദമായി നമുക്ക് നോക്കണം. ആരാണ് ഈ ജഡ്ജി? മനസ്സിലാക്കണം. മനുഷ്യ, ഒരു അന്ത്യ ന്യായവിധിയുണ്ട്. ഇത് തീർന്നു കഴിയുമെന്ന് ക്ലിയർ ആകും. എങ്ങനെയൊക്കെയാ ന്യായവിധി? എല്ലാം ക്ലിയർ ആക്കാം ഉള്ള സമയം കൊണ്ട്. പക്ഷേ അവിടെ ഇരിക്കുന്ന ന്യായാധിപനാരാ? അതാ ഏറ്റവും പ്രധാനപ്പെട്ടത്. വായിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 10:42. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇവൻ തന്നെ. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. അവൻ തന്നെ. ആര് തന്നെ? എന്ന് ജനത്തോട്. ആര് തന്നെ? ജനം പറ. ആര് തന്നെ? ഒന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറയുന്നേ. ജീസസ് എന്നൊന്ന് പറ. വാ തുറന്ന് ഉറക്കെ പറ. യേശു എന്നൊന്ന് പറ. യേശു എന്ന വാക്ക് തന്നെ ശക്തിയുള്ളതാ. ഒന്ന് കൈയടിച്ച് ശക്തിയോടെ പറ. യേശു എന്ന് പറ. ഈ പുത്തൂർ ദേശം കേൾക്കട്ടെ നമ്മുടെ യേശുവിന്റെ നാമം. യേശു. അത് ക്ലിയർ അല്ല. അവിടെ ജീവികൾക്കും എന്നാണ്. 2 തിമോത്തിയോസ് 2 തിമോത്തി ചാപ്റ്റർ 4:1. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ. പറഞ്ഞു വായിക്കേ. 2 തിമോത്തിയോസ് 4:1. ജീവിച്ചിരിക്കുന്നവരെയും ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും. മതി. അപ്പൊ മനുഷ്യവർഗത്തെ ന്യായം വിധിപ്പാനിരിക്കുന്ന ജഡ്ജിയുടെ പേരാണ് നാസറയനായ യേശു. ശ്രദ്ധിച്ച് പെട്ടെന്ന് വാക്യങ്ങൾ വായി സഹായിക്കാം കേട്ടോ. അപ്പോസ്തലപ്രവൃത്തി 17:30-31 വാക്യങ്ങൾ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അടുത്ത വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. എന്താ ഇപ്പൊ ന്യായവിധി ഇല്ലാത്തത്? അവനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. എന്തിന്? എന്തിന്? ന്യായവിധിക്ക് ഒരു ദിവസം തമ്പുരാൻ നിശ്ചയിച്ചു. വായിച്ച മാസേ. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഏതിന്റെ ഉറപ്പ്? ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ്. സ്തോത്രം. പോരാ, ശക്തിയോട് സ്തോത്രം പറയൂ. ഈ യോഹന്നാന്റെ സുവിശേഷം 5:22 പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? പുത്രനെ. അതിന്റെ അടുത്ത വാക്യം 27 എന്നെ പുറത്ത് വയ്ക്കണം. താൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. അർത്ഥം മനുഷ്യപുത്രനാകയാന്ന് പറഞ്ഞാൽ പറയാം.
ദൈവം മനുഷ്യരെ ന്യായം വിധിപ്പാൻ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ ദൈവത്തോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ദൈവമേ, നീ ദൈവം, നീ അങ്ങ് സ്വർഗത്തിലിരിക്കുന്നു, ഞങ്ങൾ മനുഷ്യർ, ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്നു. സ്വർഗത്തിലിരിക്കുന്ന അങ്ങ് താഴെ ഭൂമിയിലിരിക്കുന്ന ഞങ്ങളെ ന്യായം വിധിക്കാൻ തുടങ്ങിയ കഷ്ടമാണ് ആരെങ്കിലും പറയുകയാണെങ്കിൽ തമ്പുരാൻ ചോദിക്കും, നീ ഭൂമിയിൽ മനുഷ്യനാണോ? എൻ്റെ പുത്രനും മനുഷ്യനായി. നീ ഭൂമിയിലായിരുന്നോ? എൻ്റെ പുത്രനും ഭൂമിയിലുണ്ടായിരുന്നു. അതായത് മനുഷ്യനായി വിശുദ്ധനായി എങ്ങനെ ജീവിക്കാമെന്ന് 33.5 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ കർത്താവ് കാണിച്ചു തന്നു. സ്തോത്രം കേട്ടില്ല? ആദ്യമായി ചന്ദ്രയാത്ര നടത്തി ചന്ദ്രനിൽ ജീപ്പോടിച്ച കേണൽ ജെയിംസ് ഇർവിൻ മാരാമൻ കൺവെൻഷൻ വന്നപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചു, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി അവിടെ ജീപ്പ് ഓടിച്ചത് ഒരത്ഭുത കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ഒരത്ഭുതം ഇന്നേക്ക് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചു. അതെന്തെന്നറിയാമോ? സ്വർഗാദി സ്വർഗങ്ങൾ കടക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ പുത്രൻ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ കാലുകുത്തി 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിനേക്കാളും വലിയ അത്ഭുതമാണ്. ഒന്ന് കൈയടിച്ച് ആ കർത്താവിനെ സ്തുതിച്ച് ശക്തിയോടെ. പാപമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് അവൻ കാണിച്ചു തന്നു. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും നീതീകരണം പറയാൻ കഴിയില്ല, ന്യായീകരണം പറയാൻ കഴിയില്ല. അതെങ്ങനെ ഞാൻ പറയാം? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ പ്രാർത്ഥിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അതാരായിരുന്നു? യേശുവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവായിരുന്നു. പക്ഷേ യേശു കരഞ്ഞു, യേശു പ്രാർത്ഥിച്ചു, യേശു ഉപവസിച്ചു, യേശു മാതാപിതാക്കളെ അനുസരിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നത് യേശുവാ. യേശു ആത്മാവിന്റെ ശക്തിയുടെ കയ്യിൽ വിട്ടു മടങ്ങി. ഒന്ന് നന്നായി കയ്യുയർത്തി സ്തോത്രം പറഞ്ഞു. അടുത്തത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ സ്നാനം ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അത് യേശുവാ. യേശു സ്നാനമേറ്റു. സ്തോത്രം കേട്ടില്ല? എന്തിനാ യേശു സ്നാനപ്പെട്ട്? നിന്നേക്കാൾ പാപിയായിട്ടല്ല, അനുഗമിപ്പാന്നൊരു മാതൃക. ഒരുത്തൻ ന്യായവിസ്താര സ്ഥലത്ത് നിൽക്കുമ്പോൾ യേശുവേ നിനക്ക് സ്നാനപ്പെടാൻ ഒത്തു, എനിക്ക് ഒത്തില്ലെന്ന് പറയരുത്. സ്വതന്ത്രം സ്വതന്ത്രം യേശുവിനൊത്തെങ്കിൽ നിനക്ക് ഒക്കണം. സ്വതന്ത്രം സ്വതന്ത്രം യേശു സ്നാനപ്പെട്ട എവിടാ? യോർദാൻ നദിയിൽ. യേശുവിനെ സ്നാനപ്പെടുത്തിയാരാ? യോഹന്നാൻ. യോർദാനിൽ പോയിട്ടുള്ളവർ ഇവിടെ കാണുമായിരിക്കും, ഞാൻ പോയിട്ടുണ്ട്. യോർദാൻ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ചെന്നപ്പോഴാ കലക്കവെള്ളവാ, ചാണകം കലക്കിയുള്ള വെള്ളവാ. ആ കലക്കവെള്ളത്തിൽ യേശു മുങ്ങിയെന്ന്. നമ്മളെക്കുറിച്ച് പറയും കലക്കവെള്ളത്തിൽ മുക്കുന്നവരെന്ന്. ശരി, കലക്കവെള്ളം യേശു മുങ്ങിയ വെള്ളവാ. ആ ഭാഗ്യം നമുക്ക് കിട്ടിയല്ലോ. സൃഷ്ടിതാവായ യേശു സൃഷ്ടിയായ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടത് നിന്നേക്കാൾ പാപിയായിട്ടല്ല കുഞ്ഞെ, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. യേശുവേ നിനക്കൊത്ത് എനിക്കൊത്തില്ലെന്ന് നിനക്ക് പറയാനൊക്കെ ഇല്ല. ഈ ഭൂമിയിൽ ആരും സ്നാനപ്പെട്ടില്ലെങ്കിലും നീ സ്നാനപ്പെടണം, കാരണം യേശു സ്നാനപ്പെട്ടു. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ മുങ്ങി സ്നാനപ്പെട്ടു. നിമജ്ജന സ്നാനം. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. ചുമ്മാ ഇടക്കിയിട്ട് പോകാൻ ഞാൻ വന്നതല്ല. നീ യാഥാർത്ഥ്യം അറിയണം. നാം അവനോട് മരിച്ചു എങ്കിൽ അവിടെ വാഴും. സ്തോത്രം. യേശു സ്നാനപ്പെട്ടത് നിനക്കൊരു മാതൃകയാണ്. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം. ഈ കൈയൊക്കെ ഇടയ്ക്ക് പൊക്കാൻ പറയുമ്പോഴേ പൊക്കി സ്തോത്രം പറഞ്ഞോണം. കാരണം ഈ കൈ ഒന്ന് ഉയർത്താൻ കഴിയുന്നത് ഭാഗ്യമാണ്. ആ ഉയർത്തുന്ന കൈ താത്തിടാൻ കഴിഞ്ഞ ഭാഗ്യമാണ്.
ഈയിടെ ഒരാൾ ടി വി പ്രഭാഷണം കണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, രാവിലെ ബ്രഷ് ചെയ്യാൻ വാ തുറന്ന അത് അടയ്ക്കാൻ ഒക്കുന്നില്ല. നമ്മുടെ തമ്പുരാനുണ്ടാക്കുന്ന സിസ്റ്റം സംവിധാനമൊക്കെ നോർത്തോണം. ഈ മയക്കം ഇന്ന് ഉച്ചയ്ക്ക് പലരും മയങ്ങിയവരല്ലേ, ഉറങ്ങുമല്ല, വീട്ടിൽ നിന്ന് മയങ്ങി, ഇതിനിടയ്ക്ക് മയങ്ങുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ മയങ്ങിയ നിങ്ങൾ എഴുന്നേറ്റൂടെ വന്നിരിക്കുന്നൊരു അത്ഭുതമാണ് അല്ലേ കുഞ്ഞേ? ഈ രാത്രി ഉറങ്ങാൻ പോകുന്ന നിങ്ങളെ ആരുണർത്തുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? തമ്പുരാൻ ഉണർത്തിയില്ലേ ഒരലറാമെന്ന് നിന്നെ പൊക്കത്തില്ലേ? ഒന്ന് നന്നായി കൈയടിച്ചോ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ, എല്ലാ അതരകളെ ചലിപ്പിച്ചേ ശക്തിയോടെ. ഹല്ലേലൂയ! എല്ലാവരും കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും ഉറപ്പ് കൊടുത്തു. എന്താ ഉറപ്പ്? നിന്നെ ന്യായം വിധിപ്പാൻ ഒരുവൻ അധികാരം പ്രാപിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അതായത് യേശു ക്രിസ്തു നല്ലവനാണെന്ന് പറയുന്നവരുണ്ട്, നീതിമാനാണെന്ന് പറയുന്നവരുണ്ട്, പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്, വിശുദ്ധനാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ പലരും അംഗീകരിക്കാത്തൊരു കാര്യമുണ്ട്: യേശു മരണത്തെ തകർത്ത് ഉയർത്ത് ഇന്നും ജീവിക്കുന്നു എന്ന്. മഹാത്മാഗാന്ധിയും പറഞ്ഞു യേശു നല്ലവനാണ്, യേശുവിനെ പോലെ ശ്രേഷ്ഠ ഗുരുവില്ല. നെഹ്റു വിശ്വസിച്ചു, ആചാര്യ ബിനോഭായി വിശ്വസിച്ചു, ഇന്നത്തെ ലോകത്തിലെ സകല മഹാരഥന്മാരും യേശു നല്ലവനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ യേശു മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നില്ല. കാരണം അത് വിശ്വസിച്ചാൽ യേശു ദൈവമാണെന്ന് വിശ്വസിക്കണം. അവൻ ന്യായാധിപതിയാണെന്ന് വിശ്വസിക്കണം. പുത്തൂർ ദേശനിവാസികളെ, ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കർത്താവ് മരണത്തെ തകർത്ത് ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കൂ. ഒരിക്കലും ദൈവദാസന്റെ അരികിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, മഹാത്മാഗാന്ധി സ്വർഗത്തിൽ പോകത്തില്ലേ? പലരുടെയും പേര് ചോദിച്ചു. പണ്ട് സ്റ്റാൻലി ജോൺസാൻ തോന്നുന്നു മാരാമണ്ണ് വന്ന് പ്രസംഗിച്ചു, മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. അങ്ങനത്തെ ഉള്ളവരുണ്ട്. പലരെ കുറിച്ച് നമ്മൾ ചോദിക്കും, ഇന്നാരൊക്കെ പോത്തില്ലയോ, ഇന്നാരൊക്കെ പോത്തില്ലയോ? അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ. ആരൊക്കെ പോകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആര് പോയാലും എനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്നൊരു അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് വിരോധമുണ്ടെന്ന്. ദൈവകൽപ്പന അനുസരിച്ച് പ്രമാണം സൂക്ഷിച്ച് ഭൂമിയിൽ കഷ്ടപ്പെട്ട് സത്യവചനത്തിന് വേണ്ടി നിന്ന് ഞാനും ഇതൊന്നും അനുസരിക്കാത്തൊരുവനും അവിടെ കണ്ടാൽ പാസ്റ്റർ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കും ദൈവത്തോട്. പത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ സ്വർഗത്തിൽ 3 അത്ഭുതം നടക്കുമെന്നാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ കാണുമെന്ന് വിചാരിച്ച പലരും അവിടെ കാണത്തില്ല. നമ്മൾ കാണത്തില്ലെന്ന് വിചാരിച്ച പലരും അവിടെ കാണും. 3-ാമത്തെ അത്ഭുതം, നമ്മളവിടെ ചെന്നു പറ്റിയാൽ ദൈവം തമ്പുരാനെ ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്നായിരിക്കും. ഇത് മനസ്സിലാകുന്നു? ഇവിടെ ലോകവിളക്കി മറിച്ചവരും സ്റ്റേജ് പ്രസംഗിയരും ഒത്തിരി വലിയ വലിയ പരിപാടി കാണിച്ചവരും അവിടെ എത്താതിരിക്കുകയും പാവപ്പെട്ട നീ അവിടെ ചെല്ലുകയും ചെയ്താൽ എന്റെ ദൈവമേ ഞാനങ്ങനെ ഇവിടെ വന്നു. അത്ഭുതം. സ്തോത്രം, സ്തോത്രം. അപ്പൊ ആര് സ്വർഗത്തിൽ പോകുന്നൊന്നും പറയാൻ നമ്മളാളല്ല. പക്ഷേ വേദപുസ്തകം എന്നാ പറയുന്നേ അത് വായിച്ചു കേൾക്കണമല്ലോ. എടുക്കണം പെട്ടെന്ന്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. റോമർ 10:9 വായിച്ചേ. യേശു ക്രിസ്തുവിനെ, റോമർ 10:9, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ, കേട്ടോ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം പറഞ്ഞേ. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം.
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അവനെ രക്ഷിക്കപ്പെടൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവനെ സ്വർഗത്തിലെത്തൂ. അപ്പൊ ഉത്തരവായില്ലേ? അങ്ങനെ ആരൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ അവർ സ്വർഗത്തിൽ എത്തും. അല്ലാതെ തന്നെ എത്ര വലിയ പുള്ളിയാണെങ്കിലും ഇവിടെ എത്തത്തില്ല. സ്തോത്രം, സ്തോത്രം. ഈ പ്രതിരൂപ സ്വരൂപ പഠനത്തിൽ യേശു കർത്താവിന് വളരെ സാദൃശ്യമുള്ള വ്യക്തിയാണ് നിങ്ങൾക്കറിയാം യോസഫ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. യോസഫ് പിതാവിൻ്റെ ഇഷ്ടപുത്രനായിരുന്നു. യേശു പിതാവിൻ്റെ ഇഷ്ടപുത്രൻ. യോസഫ് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. യോസഫിനെ സഹോദരന്മാർ 20 വെള്ളിക്കാശിന് വിറ്റു. യേശുവിനെ സ്വന്തം സ്നേഹിതൻ 30 വെള്ളിക്കാശിന് വിറ്റു. ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോട് നോക്കിയിരുന്നേ. യോസഫിനെ മിസ്രൈമിലേക്ക് വിറ്റ അവന്റെ സഹോദരന്മാർ വിചാരിച്ചു ഇതോടുകൂടി എല്ലാം തീർന്നെന്ന്. യേശുവിനെ ക്രൂശിച്ച ലോകം വിചാരിച്ചു ഇതോടുകൂടി എല്ലാം തീർന്നെന്ന്. എന്നാൽ സഹോദരന്മാർ വിറ്റ യോസഫ് സിംഹാസനം കണ്ട് അവരുടെ ഏപ്പാടിപ്പോയി. ഈ കൺവെൻഷനെ അവസാന രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ലോകമേ, നീ ക്രൂശിച്ച നസ്രയനായ യേശു ന്യായാധിപതിയായി സിംഹാസനിക്കാൻ പോകുന്നു. എല്ലാവരും കൈയടിച്ച സന്തോഷത്തോടെ സ്തോത്രം പറ. ന്യായവിധി പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആരാധിക്കണം. നമ്മൾ എന്നിട്ടേ ഈ യോസഫിന് സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ ഫറവോൻ മുദ്രാമോദരമൂരി അവന്റെ കൊടുത്തു, അവന്റെ കൈക്കിട്ടു. ഇതിനെ പറഞ്ഞ് മുട്ടുകുത്തുവീൻ. സ്തോത്രം പറഞ്ഞോടുന്നേ. അപ്പൊ ഈ മുട്ടുകുത്തിയപ്പോ ആരൊക്കെ വന്ന് മുട്ടുകുത്തി? സ്തോത്രം. അവനെ മിദ്യാനിലേക്ക് കൊണ്ടുവന്ന ഇസ്മായിലി കച്ചവടക്കാർ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. അവന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തവന് പ്രതിയാക്കിയ ഫറവോന്റെ പൊത്തിഫേറിന്റെ ഭാര്യ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. പൊത്തിഫേർ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. കാരാഗ്രഹ പ്രമാണി അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം അങ്ങ് സഹിക്കാം. അവന്റെ സഹോദരന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി. അവര് പറഞ്ഞതാച്ചാ എനിക്ക് തമ്പാച്ചായ പാസ്റ്ററെ. എന്താ അവര് പറഞ്ഞേ? എന്താ പറഞ്ഞേ? യജമാനനെ. ആരെയാ വിളിക്കുന്നേ? ഒന്ന് പറയുന്ന വാ തുറന്നു പറയാച്ചാ, കൈവെട്ടിയിരിക്കുക. എന്താ ആരെയാ വിളിക്കുന്നേ? യജമാനനെ, ഞങ്ങൾ പരമാർത്ഥികൾ. ചായന്മാരെ, യോസഫിനോട് വേണോ നിങ്ങളുടെ പരമാർത്ഥത? പിന്നെ ഇവനെന്താ പറഞ്ഞേ? ഞങ്ങളാകെ 12 പിള്ളേരായിരുന്നു. ഒരുത്തൻ ചത്തുപോയി. ആരോടാ പറഞ്ഞ? അടുത്തനിപ്പോ ഇല്ല, അവൻ ചത്തുപോയി. ആരോടാ പറയുന്നത്? സ്വോത്രം, സ്വോത്രം, സ്വോത്രം. എന്തിനാ ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞെന്നറിയാമോ? എന്റെ യേശു ഭൂമിയിൽ വന്നപ്പോൾ ലോകം അവനോട് ചെയ്തതായിരുന്നു. നിങ്ങൾക്കറിയാം, യോസഫിനെ അവർ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, ഇട്ടു. അവന് കേടുപറ്റി എന്ന് ബൈബിൾ പറയുന്നു. അവന്റെ അസ്ഥികൾ ഒടിഞ്ഞു, കേടുപറ്റി. അവന്റെ കാലും കൈയും ഒടിഞ്ഞു. അവനെ വലിച്ചു കയറ്റി എന്ന് പറയുന്നു. അവന്റെ ദേഹമാസകലം മുറിഞ്ഞു. ആ ഒടിഞ്ഞ കാലുമായി അവനിങ്ങനെ പോകുകയാണ്. അവൻ തിരിഞ്ഞു നോക്കി, വല്ലവനും സഹതാപം തോന്നുമോ എന്ന്. അവന്റെ സഹോദരന്മാർക്ക് സഹതാപം തോന്നിയില്ല. മിദ്യാന് കച്ചവടക്കാരൻ എടുത്തോണ്ടല്ല പോയത്. ഒടിഞ്ഞ കാലുമായി ഞൊണ്ടി അവൻ പോയി. അവന്റെ ദേഹം മുഴുവൻ മുറിഞ്ഞ് രക്തമൊഴുകുമ്പോൾ ആരും തുടച്ചില്ല. അവന്റെ സഹോദരന്മാർ വിചാരിച്ചു ഇതോടുകൂടി അവൻ തീർന്നെന്ന്. എന്നാൽ അവർ വിറ്റ യോസഫ് സിംഹാസനസ്ഥനായി വന്നു. ഈ രാത്രി ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ യേശു ഭൂമിയിൽ വന്നപ്പോൾ അവർ അവന്റെ കണ്ണ് കെട്ടി തല്ലി, അവനെ കാർക്കിച്ച് തുപ്പി, അവന്റെ മുഖത്തുനിന്ന് രോമകൂപം പിടിതെടുത്തു, ഒരു ഞാങ്ങണ തണ്ടവന്റെ കയ്യിൽ കൊടുത്തു. നിന്നെ കണ്ണ് കെട്ടി തല്ലിയിട്ട് നിന്നെ തല്ലിയതാരെന്ന് പ്രവചിക്ക എന്ന് പറഞ്ഞു. അവന്റെ വസ്ത്രമൂരി നിസാര വസ്ത്രം ധരിപ്പിച്ചു, അവനെ വിലാപ്പുറം കുത്തി തുറന്നു. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ നസ്രയനായ യേശു ലോകത്തെ ന്യായം വിധിപ്പാൻ ന്യായാധിപതിയായി ഇറങ്ങി വരാൻ പോകുന്നു. അവൻ വെള്ള സിംഹാസനത്തിൽ നിന്ന് മനുഷ്യനെ ന്യായം വിധിക്കും. അപ്പോൾ ആരൊക്കെ അവന്റെ മുന്നിൽ മുട്ടുകുത്തുമെന്നറിയാമോ? അവനെ ക്രൂശിക്കാൻ വിധിച്ച പീലാത്തോസ് അവന്റെ മുന്നിൽ മുട്ടുകുത്തും. അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി നിസാര വസ്ത്രം ധരിപ്പിച്ച ഹെരോദ് അവന്റെ മുന്നിൽ മുട്ടുകുത്തും.
അവന് കലക്കിയ കാടി കലക്കിയ വീഞ്ഞു കൊടുത്ത പടയാളി അവന് മുൻപോട്ട് കുത്തും. അവനെ കുന്തം കൊണ്ട് കുത്തിയവൻ അവന് മുൻമുട്ട് കുത്തും. അവനെ കാർക്കി ചൂപ്പിയവൻ അവന് മുൻമുട്ട് കുത്തും. അതാണ് വേദപുസ്തകം പറഞ്ഞത്. എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങും. ഏതു നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഒന്ന് നന്നായി കൈയടിച്ച് സ്വത്രം പറഞ്ഞു. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പ്രവചനാത്മാവിൽ എഴുതിയ സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. 25ഓളം പ്രവചനങ്ങൾ ആ ഒറ്റ സങ്കീർത്തനിൽ യേശുവിൽ നിവർത്തിക്കുന്നു. അത് തുടങ്ങുന്ന യേശു ക്രൂശിൽ പറഞ്ഞ ആദ്യത്തെ മുകളിലൊന്ന്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. നമ്മൾ വായിക്കേണ്ട വാക്യങ്ങളെ അത് അവസാനിക്കുന്നത് യേശു ക്രൂശിൽ പറഞ്ഞ അവസാന വഴി സകലവും നിവർത്തിയായി. എന്നാൽ അതിലൊരു വാക്യമുണ്ട്. അതിലെ വാക്യം എന്നറിയാമോ? എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും, തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. സന്തോഷത്തോടെ സ്തോത്രം പറയണേ. കുറച്ചുകൂടെ മനോഹരമാ ഫിലിപ്പിയ ലേഖനം. എന്താ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്? 2:5 ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് വായിച്ചോ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള, കേട്ടോ, യേശു കുട്ടി ദൈവം അല്ല കുഞ്ഞെ. കുറെ ഫോഷന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഹോവയാൻ ദൈവം, വലിയ ദൈവം, യേശു കുട്ടി ദൈവം. പെന്തക്കോസ്തിൽ ഇത്ര ഭ്രാന്തന്മാർ വന്നിട്ടുണ്ട്, സൂക്ഷിച്ചോണം. സഹോദരം, അവൻ രാജാതി രാജാവാ, അവൻ കർത്താതി കർത്താവാ, അവൻ സകലത്തെയും തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവനാ. സക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. വായിച്ചോ, അന്ന് വായിച്ചോ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളകി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം മരണത്തോളം തന്നെ അനുസരണമുള്ളവരായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവൻ ഏറ്റവും ഉയർത്തി സകലനാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ നിർത്തി വായിച്ചോ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യേണ്ടി വരും. അപ്പത് അണ്ടർലൈൻ ചെയ്യണം. ചെയ്യുമെന്നല്ല, നിന്നെ കൊണ്ടവൻ ചെയ്യിപ്പിക്കും. ചെയ്യേണ്ടി വരും. പറയട്ടെ, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകല എണ്ണവും നരകത്തിലേക്ക് പോകും മുമ്പ് യേശു കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി ന്യായവിധിയെ കുറിച്ച് വിവരിപ്പാൻ തുടങ്ങുക. വിവരിക്കും മനസ്സിലാകും. നരകത്തിലേക്ക് പോകും മുമ്പ് സകല രാഷ്ട്രീയ മീമാംസകന്മാരും തത്വചിന്തകന്മാരും ഭരണാധികാരികളും ഇവിടുത്തെ ജില്ലാ കളക്ടർമാരും സാമ്രാട്ടുകളും മനുഷ്യ ദൈവങ്ങളും യേശുവിൽ മുട്ടുകുത്തി നരകത്തിലേക്ക് പോകും മുമ്പ് അവരിങ്ങനെ പറയും, യേശുവേ നീ മാത്രം രാജാതി രാജാവ്, നീ മാത്രം കർത്താതി കർത്താവ്, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, ഞങ്ങളല്ല ആരാധനയ്ക്ക് യോഗ്യൻ, നീയാണെന്ന് പറഞ്ഞിട്ട് നരകത്തിൽ പോകുകയുള്ളൂ. എന്നിട്ട് വാമോനെ, എന്നാൽ വേദോസം പറഞ്ഞവന്റെ ദാസന്മാർ അവനെ കാണും, അവർ അവന്റെ മുമ്പിൽ ആരാധിക്കും. യേശു മാത്രം ദൈവം എന്ന് പറഞ്ഞ് അവർ നരകത്തിൽ പോകുമ്പോൾ നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല ധരിച്ച് അവന്റെ ഭക്തന്മാർ അവരുടെ മുമ്പിൽ നിന്ന് അവനെ ആരാധിക്കും. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽപ്പെട്ട ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. പാടാൻ പോകുന്നറിയാമോ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിയിടും. കേട്ടോ, അറിയത്തില്ലേ? എടുത്തോ, വാ, എന്തേ കൊട്ടുന്നിറക്കോ. He is Lord, He has risen from the dead and He is Lord. ഈ രാത്രി തൻ്റെ ഇടത്തോട് വിളിച്ചു പറ, ഞങ്ങളുടെ യേശു മാത്രം കർത്താവാ. എത്ര തൻ്റെ ഇടമില്ലാത്ത കൈ ഉയർത്തി പറ. എല്ലാം മൂട്ടും മടങ്ങുമെന്ന് പറ, എല്ലാം നാവും പാടും. മോനെ, സ്ലോയിലൊന്നും വല്ല പാടേണ്ടത്, നല്ല പിച്ചിൽ പാടിക്കോ. തുടങ്ങിക്കോ. വേണേ നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഈ ആരാധന ആരംഭം അവസാനം മാത്രമല്ല, എപ്പോഴും ആരാധനയുണ്ട്. പാടിക്കോ വേഗത്തിൽ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും,
യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. യോഗ്യൻ നീ, യോഗ്യൻ നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. He's Lord. He's Lord, He's Lord. He has risen from the dead, He's Lord. Every knee shall bow, every tongue confess that Jesus is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ എല്ലാവരും ശക്തിയോടെ ആരാധിക്കൂ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. 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 കൈകളടിച്ച് അന്യഭാഷകാത്മകമായി കൈ ഉയർത്തി ഒരിക്കൽ ശക്തിയോടെ ദൈവത്തെ സൂചിച്ചാണ് കർത്താവിനെ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സമയം വളരെ പോകുന്നു. ഒന്ന്, കോടതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. രണ്ട്, ജഡ്ജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മൂന്ന്, പ്രതികൾ. ആരാണ് പ്രതികൾ? നമ്മൾ വായിച്ചത് മരിച്ചവർ, ആ ബാലവൃദ്ധം സിംഹാസനഭാഗം നിൽക്കുന്ന ഞാൻ കണ്ടു. ഇവിടെ ആ ബാലവൃദ്ധം എന്ന് എഴുതിയിരിക്കുന്നത് ബാലന്മാരും വൃദ്ധന്മാരും എന്ന അർത്ഥത്തിലല്ല, പൊസിഷൻ വ്യത്യാസമില്ലാതെ സകലരും, മരിച്ച സകല അശുദ്ധരും യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാതെ, ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പില്ലാതെ നരകത്തിലെ നിത്യയാതനാസ്ഥലത്തേക്ക് പോയിരിക്കുന്ന സകല എണ്ണവും പുതുമഴ കീവൽ പൊങ്ങുന്ന പോലെ വെള്ളസിംഹാസം ഭാഗം നിൽക്കും. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. അതെങ്ങനെ ഞാൻ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, എല്ലാം വിവരിക്കണമെന്നുണ്ട്, രാത്രി വേണം. കർത്താവായ യേശു, യോഹന്നാൻ 5:25, ശ്രദ്ധിച്ചു കേൾക്കൂ. യേശു
ന്യായവിധിയെക്കുറിച്ചും മരണാന്തിമത്തെക്കുറിച്ചും ആധികാരികം പറഞ്ഞ നസ്രയനായ യേശുവ. അവൻ പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമാ. യോഹന്നാൻ 5:25. യേശു എന്ത് പറഞ്ഞു? ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറയാം പാസ്റ്റർ, ഞാൻ പറഞ്ഞോളാം, വായിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു. 28-ാം വാക്യം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറയുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ഇത് യേശു പറഞ്ഞതിനാൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കൈ ഉയർത്തിയ സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോണം. വേദവസം പറഞ്ഞു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. 90-ാം സംഗീതം 3-ാം വാക്യം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. അപ്പം മനുഷ്യനെ പൊടിയിലേക്ക് അയക്കുന്ന ദൈവത്തിന് അവനെ തിരികെ വിളിക്കാനും അധികാരമുണ്ട്. ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞന്റെ ആയിരിക്കും, നിങ്ങളുടെയൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരിക, അത് ഇടിച്ചു പൊടിച്ച് തവിട് പൊടിയാക്കി അദ്ദേഹം മണ്ണിൽ വിതറി, മണ്ണിനകത്ത് വാരി വിതറി പൊടിയാക്കി, വെറും പൊടിയാക്കി. ഒരു മാഗ്നറ്റിക് ദണ്ട്, ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. ആ കാന്തം അതിന്റെ മുകളിലൂടെ ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പ് കഷ്ണങ്ങൾ ടപ്പ് 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 എന്ന് ചാടി ചാടി പിടിച്ചൊറ്റനായി മാറി. അദ്ദേഹം പറഞ്ഞു, കേവലം ഒരു കാന്തത്തിന് ഈ മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പ് പൊടിയെ വലിച്ചെടുക്കുവാൻ ഒന്ന് ചേർക്കാൻ കഴിയുമെങ്കിൽ സകലത്തെ ഇന്നെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് കഴിയത്തില്ലയോ? മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നവന് മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് വള്ളിച്ചതിനും അധികാരമുള്ളവനാണ്. ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. വേദവസം പറഞ്ഞു, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. പൊടിയിൽ കിടക്കുന്നവരിൽ ചിലർ നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യസന്തോഷത്തിനായും ഉയരും. അവൻ ഇത് രണ്ടും തമ്മിൽ ഒരു ദിവസത്തെ അല്ല, 1007 വർഷത്തെ ഗ്യാപ്പുണ്ട് വിശുദ്ധ ബൈബിൾ പ്രകാരം. അതായത് ഈ രാത്രിയിൽ കാഹളം ധ്വനിച്ചാൽ മണ്ണിൽ മറയപ്പെട്ട വിശുദ്ധന്മാരും ജീവനോട് ശേഷിക്കുന്നവരും ഉയർക്കും. കർത്താവ് താൻ പറഞ്ഞോ, ഗംഭീരനാദത്തോടും പ്രധാന ദൈവശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവോടിരിക്കും. അതിനെക്കുറിച്ച് വീട്ടിൽ പോയി വായിച്ചാൽ മതി, എല്ലാം വായിക്കാൻ നേരമില്ല. യെശയ്യാ 20:19. നിന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, നിന്റെ വൃതന്മാർ ജീവിക്കും. കാഹളം ധ്വനിക്കുമ്പം ഒരു കല്ലറ കിടക്കുന്ന എല്ലാവരും എഴുക്കത്തില്ല. യേശുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് പ്രൈസ് ദി ലോർഡ് ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പോടെ വിശുദ്ധ ജീവൻ നയിച്ച് മണ്ണിൽ മറിഞ്ഞ വിശുദ്ധന്മാരുടെ കല്ലറകൾ തകർക്കപ്പെടും, അവർ ഉയർക്കപ്പെടും. ശക്തിയോടെ സ്തോത്രം പറയൂ. അല്ലാത്തവരുടെ കിടക്കും. അല്ലാത്തവൻ വരുന്നത് 1007 വർഷം കഴിഞ്ഞ് പറഞ്ഞ പോലെ വെള്ളസിംഹാസനം വെക്കുമ്പോൾ തമ്പുരാൻ വിളിക്കും. 2 വിളിയുണ്ട്. ഭൂമിയിൽ നിദ്ര കൊള്ളുന്നവരെല്ലാം 2 വിളിക്കായി കാത്തിരിക്കുന്നു. ഒന്നാമത്തെ വിളി, യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എൻ്റെ വൃതന്മാരെ എൻ്റെ അരികിൽ കൂടുവീൻ. ആ വിളി മധ്യാകാശത്തിൽ മുടങ്ങും. യേശു കർത്താവ് തൻ്റെ ദൂതന്മാരുമായി വന്ന് വിളിക്കുമ്പോൾ മണ്ണിൽ മറയപ്പെട്ട വിശുദ്ധന്മാരും ജീവനോട് ശേഷിക്കുന്നവരും ആകാശ മണ്ഡലത്തിലേക്ക് പറന്നുയരും. ആ വിളി മുടങ്ങി 1007 വർഷം കഴിയുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് വിളി മുടങ്ങും. കായേൻ മുതൽ മരിച്ചു മൺമറഞ്ഞ സകല ദുഷ്ടന്മാരും പുതുമഴ കീയൽ പൊങ്ങുന്ന പോലെ പൊങ്ങി വെള്ളസിംഹാസം ഭാഗം വന്ന് നിൽക്കും. അതാണ് അന്ത്യനായ വിധി, ഫൈനൽ ജഡ്ജ്മെന്റ്. ഇനി അടുത്തത് വിവരിക്കണ കുറെ സമയം വേണം. അവിടെ മറ്റൊരു പദം, പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. അപ്പോൾ സ്വർഗത്തിൽ പുസ്തകമുണ്ട്. സ്വർഗത്തിൽ തുറക്കുന്ന 3 പുസ്തകങ്ങൾ. 1 ജീവപുസ്തകം, 2 വേദപുസ്തകം, 3 പ്രവർത്തികളുടെ പുസ്തകം എന്നല്ലേ മറ്റൊരു പുസ്തകം തുറന്നു. അപ്പം ജീവപുസ്തകം എന്തിനാ? ന്യായവിധി. അന്ത്യന്യായവിധിയിൽ രക്ഷിക്കപ്പെട്ടവർ കാണില്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ പറ പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവൻ വെള്ളസിംഹാസനം ഭാഗം വരില്ല. എന്നാൽ അവിടെ പ്രവർത്തികൾക്ക് ന്യായവിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ജീവപുസ്തകം തുറക്കുന്നതെന്ന് നിന്റെ പേരിനകത്തില്ലെന്ന് കാണിച്ചിട്ട് വിടാനാ. സ്തോത്രം.
രണ്ടാമത് തുറക്കുന്ന വേദപുസ്തകമാണ് കേട്ടോ. പുത്തൂർക്കാരെ, സ്വർഗത്തിൽ തുറക്കാൻ പോകുന്നത് പെന്തക്കോസുകാരുടെ പ്രമാണമല്ല, CSAക്കാരുടെയോ CMSകാരുടെയോ യാക്കോവക്കാരുടെയോ പ്രമാണമല്ല. അവിടെ തുറക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാ. ഹോവേ, നിന്റെ ന്യായപ്രമാണം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ഈ പുസ്തകം വെച്ചാണ് ന്യായവിധി. മൂന്നാമത് തുറക്കുന്നത് പ്രവർത്തികളുടെ പുസ്തകം. അതായത് ഇതൊക്കെ കേട്ട് പഠിക്കേണ്ടതാ. മനുഷ്യൻ തിരിച്ചറിവാകുന്ന നിമിഷം മുതൽ ചെയ്യുന്ന പാപങ്ങൾ സ്വർഗത്തിലെ ദൈവം നാൾ വഴിയായി എഴുതി സൂക്ഷിക്കുന്നു എന്നും റെക്കോർഡ് ചെയ്യുന്നു എന്നും ബൈബിൾ പറയുന്നു. ഉള്ള സമയം കൂടി ഞാൻ മനസ്സിലാക്കി തരാം. വായിച്ചോ, വേഗത്തിൽ ഒന്ന് വായിച്ചേ. 90-ാം സംഘത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ നിന്റെ മുമ്പിലും നിന്റെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. കണ്ടോ? ഇനി വായിക്കണം. ആവർത്തന പുസ്തകം 32:33. അത് ഇച്ചിരി കട്ടിയുള്ള വാക്ക്, വിട്ടത് വായിച്ചേ. 32:33 ആവർത്തന പുസ്തകം. ആരെങ്കിലും വായിക്കാം. 32:33. ഇതൊക്കെ തെളിയിക്കേണ്ടതാ, കേൾക്കേണ്ടതാ. വായിച്ചോ. ഓണാക്കി വായിക്കും. അവരുടെ വീജ് മഹാസർപ്പത്തിൽ വിഷവും മൂർഖന്റെ കാളകൂടവുമാകുന്നു. അടുത്ത വാക്യം. ഇത് എന്റെ അടുക്കൽ സംഗ്രഹിച്ചും ഇവ എന്റെ അടുക്കൽ സംഗ്രഹിച്ചും ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നതില്ലയോ? അപ്പം തമ്പുരാൻ മനുഷ്യന്റെ പാപപ്രവർത്തികൾ നാൾ വഴിയായി എഴുതി സൂക്ഷിക്കുന്നു. അത് അവൻ മരിക്കുന്നതോടുകൂടി മുദ്രയിട്ട് സീൽ ചെയ്ത് ഫയൽ ചെയ്ത് തമ്പുരാന്റെ ഫയൽ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കുന്നു. ന്യായവിധിക്ക് അവൻ വരുമ്പോൾ ഈ കേസ് ഫയലും കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് തോന്നും, ഒരുവൻ ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി, തിരിച്ചറിവിന്റെ പ്രായം 12-ാം വയസ്സ്. 12-ാം വയസ്സ് മുതൽ ഒരുവൻ പാപം ചെയ്യാൻ തുടങ്ങിയാൽ, തമ്പുരാനത് എഴുതാൻ തുടങ്ങിയാൽ എന്തുമാത്രം പുസ്തകം വേണം ഇല്ലേ? പേടിക്കണ്ട, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഒരു കമ്പ്യൂട്ടർ ചിപ്പ്, പപ്പടത്തിന്റെ വലിപ്പമുള്ള ഒരു ഡിസ്ക്, ആ ഡിസ്കിൽ 15 വർഷത്തെ മനോരമ പത്രം മുഴുവൻ ടൈപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും. ഒരു ഡിസ്കിൽ പപ്പടത്തിന് വലിപ്പമുള്ള. നമ്മുടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറൊക്കെ എത്ര ലക്ഷം വിവരം പീടിയാ. ഇതൊക്കെ എന്തുകൊണ്ടുള്ള? പിന്നെ ഞാൻ പറയാം, മണ്ണ് കൊണ്ടുള്ളതാ. എല്ലാം മണ്ണ് കൊണ്ടുള്ളതേ ഉള്ളൂ ഈ ചിപ്പ്. അപ്പം മനുഷ്യ, പപ്പടത്തിന്റെ വലിപ്പമുള്ള ഈ ഡിസ്കിൽ ഇത്ര കാര്യങ്ങൾ ഫീഡ് ചെയ്ത് വെക്കാൻ ദൈവത്തിന് കഴിയുമോ? നിനക്ക് കഴിയുമെങ്കിൽ മണ്ണാൽ നിന്ന് നിർമ്മിച്ച ദൈവത്തിന് അത്രയധികമായി കഴിയും. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം. യോബിന്റെ പുസ്തകം 14:16 വായിച്ചോ വേഗത്തിൽ. യോബ് 14:16. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 16-ാം വാക്യം. ആ വാക്യം നോക്കി ഒന്ന് എടുത്തു വെച്ചാൽ എളുപ്പമായിരുന്നു. 14:16. ഇപ്പോഴോ അല്ലല്ല 14:16. ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു. ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു. എന്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വെക്കുന്നില്ലയോ? എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി, എന്റെ അതിക്രമം നീ ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. ഇത് സത്യവാ. തമ്പുരാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് പിന്നെ പറയാം, എഴുതി വെക്കുന്നുണ്ട് നാൾ വഴി തെറ്റാതെ. നീ ചെയ്ത പാപപ്രവൃത്തിയല്ല. സ്തോത്രം. എന്നാൽ മീഖാ പ്രവചനം 7-ാം അധ്യായം 18-19 വാക്യങ്ങൾ. മീഖ 7:18-19 വായിച്ചോ. മീഖ 7:18-19. യെസ്, മീഖാ പ്രവചനം 7-ാം അധ്യായം 18-ാം വാക്യം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിക്കുന്നവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. അവൻ എന്നേക്കും കോപം വച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും ചെയ്യും. കൈയുയർത്തി സ്തോത്രം പറഞ്ഞേ. എന്തോ മനസ്സിലായി? അതായത് 12-ാം വയസ്സ് മുതൽ പാപം ചെയ്യാൻ തുടങ്ങി. തമ്പുരാൻ അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. 12 വയസ്സ് മുതൽ തുടങ്ങിയവൻ 20-ാം വയസ്സിൽ, 25-ാം വയസ്സിൽ, 30-ാം വയസ്സിൽ, 40-ാം വയസ്സിൽ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ തമ്പുരാൻ എന്താ ചെയ്യുന്നറിയാമോ? അവൻ അവന്റെ പാപത്തിന്റെ കെട്ട് ചവിട്ടിക്കളയും.
മഹാസമുദ്രാഴത്തിലേക്ക് അതിനെ വലിച്ചെറിയും. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അംബാനി അല്ല ഭാഗ്യവാൻ, ടാറ്റ അല്ല ഭാഗ്യവാൻ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവകുഞ്ഞേ, നീയാണ് ഭാഗ്യവാൻ എന്ന് കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സത്യയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ വാക്യം വായിച്ചപ്പോഴാ ഒരിക്കൽ അമ്മച്ചി ഷൂസ് കിട്ടിയാലും അല്ലേലും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഒരു സഭയിൽ എല്ലാത്തിനും സ്തോത്രം പറഞ്ഞൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അങ്ങനത്തെ അമ്മച്ചിമാരോടുണ്ട്, എത്ര നല്ലതായിരുന്നു. അവിടെ ഒരു പ്രൊഫസർ പ്രസംഗിക്കാൻ വന്നു. ആ പ്രൊഫസർക്ക് സ്തോത്രവും ഹല്ലേലൂയായും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ. അപ്പോൾ ലോക്കൽ പാസ് പറഞ്ഞു, അമ്മച്ചി സ്തോത്രം ഇഷ്ടമില്ലാത്തൊരു പ്രൊഫസറാണ് വരുന്നത്, 2 ദിവസം അമ്മച്ചി ദൈവത്തെ ഓർത്ത് അടങ്ങിയിരിക്കണം. അങ്ങനെ അടങ്ങിയിരുന്ന ഒരു പുതിയ ഷൂസ് വാങ്ങിച്ചു തരാമെന്ന്. പുള്ളി അന്ന് വന്ന് ആദ്യം പ്രസംഗിച്ചത് മഹാസമുദ്രന്റെ ആഴവാ, വേറെ ഒന്നും പ്രസംഗിക്കാനില്ല. അമ്മച്ചി കടിച്ചു പിടിച്ചിരുന്നു വല്ലച്ചാതിൽ. പിറ്റേ ദിവസം പുള്ളി അതെടുത്തതുമല്ല, അമ്മച്ചി വെടിപൊട്ടുന്ന ഒരു സ്തോത്രം ഹല്ലേലൂയ. കൂടെ അമ്മച്ചി ഒന്നുകൂടെ പറഞ്ഞു, ഷൂസ് കിട്ടിയാലും ഇല്ലേലും ഹല്ലേലൂയ. യോഗം കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഈ മഹാസമുദ്രത്തിലെ ആഴം പറഞ്ഞപ്പോൾ ഇത്ര സ്തോത്രം പറയാനാ? ഇവിടെ ന്യായവിധി പറഞ്ഞിട്ടും കർത്താവിന്റെ വരവ് പറഞ്ഞിട്ടും അനക്കമില്ലാതിരിക്കുന്ന കക്ഷികളാണ്. നിങ്ങൾക്ക് മനസ്സിലാകില്ല. എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ അവൻ്റെ ഏതും അവൻ എൻ്റെ ഏതുമായി. എൻ്റെ യേശു എന്നെ പാപത്തിൻ്റെ കടച്ചിട്ട് വലിച്ചേറി. എൻ്റെ പാപത്തിൻ്റെ കെട്ടവൻ മഹാസമുദ്ര ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രൊഫസർ പ്രസംഗിച്ചപ്പോൾ ആഴം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതിനി പൊങ്ങി വരത്തില്ല. ഞങ്ങൾ വെറുതെ അല്ല തുള്ളുന്നത്, ഞങ്ങളുടെ പാപം യേശു ക്ഷമിച്ചു. സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. അല്ലാത്തവന്റെ പാപം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവൻ്റെ അടുക്ക സംഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവെക്കും, എൻ്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടില്ല. യോബ് 10:14. ഇപ്പോഴോ നീ എൻ്റെ കാലടികളെ എണ്ണുന്നു, എൻ്റെ പാപത്തിന്മേൽ ദൃഷ്ടി വെക്കുന്നു. അപ്പോൾ ഒന്ന് എഴുതി സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇതുപോലെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെ എന്തിനാന്ന് പറഞ്ഞേ നിർത്തത്തുള്ളൂ. റെക്കോർഡ് ചെയ്യപ്പെടുക, മനുഷ്യൻ്റെ പാപപ്രവൃത്തികൾ റെക്കോർഡ് ചെയ്യുന്നു. ആരാ റെക്കോർഡ് ചെയ്യുന്നത്? ആകാശവും ഭൂമിയും. ആകാശത്തെയും ഭൂമിയെയും മറച്ച് മനുഷ്യന് പാപം ചെയ്യുവാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് സായിപ്പുമാർ താമസിച്ചൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നല്ല മനോഹരമായ കപ്പമാവ് തോട്ടത്തിൻ്റെ നടുവിൽ നല്ലൊരു ബംഗ്ലാവ്. 2 പിള്ളേർ ആ വഴി പോകുമ്പോൾ എപ്പോഴും അവർക്ക് ഈ മാങ്ങ പറിച്ച് തിന്നണമെന്നുണ്ട്. പക്ഷേ സായിപ്പ് സമ്മതിക്കത്തില്ല. ഒരു ദിവസം സായിപ്പിനെ കാണാതെ അവർ മോട്ടിച്ചുകൊണ്ട് പോകും. ഒരു ദിവസം അവർ നോക്കിയപ്പോൾ സായിപ്പ് ഉടങ്ങില്ല. അപ്പോൾ സോമുവും രാജുവും 2 പേർക്കും മാങ്ങാ തിന്നണം. മതിൽ പ്രശ്നമാണ്, അവിടെ ഗേറ്റും ഉണ്ട്. എന്തായാലും മതിൽ ചാടി. അവിടെ മാവിൻ്റെ മൂട്ടി ചെന്നപ്പോൾ ഒരു പ്രശ്നം എത്തത്തില്ല. ഒരുത്തൻ മാവിൻ്റെ മൂട്ടി നിന്ന് കൊടുത്തു, മറ്റവൻ തോളെ കയറി മാങ്ങാ പറിച്ചു. അവിടെ നിന്ന് തന്നെ ഒന്ന് കടിച്ചു, പോക്കറ്റിലാക്കി പോയി. 2 എണ്ണവും പോയി. ഒരാഴ്ച കഴിഞ്ഞ് ആ വഴി പോകുമ്പം സായിപ്പ് ആ വഴിക്ക് കാത്തു നിന്നു. 2 എണ്ണത്തിനെയും വിളിച്ചു വരാൻ പറഞ്ഞു, മുറിക്കാത്തോട് വരാൻ പറഞ്ഞു. അവർ മുറിക്കാത്ത ചെന്നപ്പോൾ നല്ല പഴുത്ത മാങ്ങ, കപ്പമാങ്ങ പുളി അവർക്ക് കൊടുത്തു. തിന്നോണ്ടിരിക്കുമ്പം സായിപ്പ് കുറച്ച് ഫോട്ടോ കയ്യിലെടുത്തു. ആ ഫോട്ടോയ്ക്കകത്ത് സോമുവും രാജുവും ഗേറ്റിൻ്റെ അരികിൽ വരുന്നു, നോക്കുന്നു, മതിൽ ചാടുന്നു, മാവിൻ്റെ മൂട്ടി നിൽക്കുന്നു, ഒരുത്തൻ തോളെ കീറുന്നു, മാങ്ങ പറിക്കുന്നു, തിന്നുന്നു, പോക്കറ്റിലാക്കുന്നു. അപ്പം മാങ്ങ കൈ കൊടുത്തേക്ക, ഇറക്കണോ തുപ്പണോ? സ്തോത്രം. യുവമാർ ഈ പരിപാടി എല്ലാം ചെയ്തപ്പോഴേ സായിപ്പ് മേളിൽ നിന്നിങ്ങനെ ക്ലിക്ക് ചെയ്യായിരുന്നു മാങ്ങാ കള്ളനെ പിടിക്കാൻ. ഇത് മനസ്സിലാകുന്നുണ്ടോ? നീ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുത്തൻ മേളിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ക്ലിക്ക് ചെയ്യും, പിന്നെ അവൻ നിന്നെ ക്ലിപ്പ് ചെയ്യും. എന്താ വേദന പറയേ? ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതി. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ ഒന്ന് നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശ്വാസിച്ച് നിന്റെ കൺമുമ്പിൽ ഇവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഇല്ലെങ്കിൽ നിന്റെ സ്വാധീനത കൊണ്ട് പണക്കൊഴുപ്പ് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അതൊക്കെ വിരിക്കേണ്ടതാണ്. 3 പദങ്ങൾ അവിടെ ഉണ്ട്. അന്നിപ്പോടെ വായിച്ചതാണ് 50-ാം സങ്കീർത്തനം 21. കൺമുമ്പിൽ ദൈവം നിരത്തി വെക്കും. കേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ. ന്യായവിധി നാളിൽ ദൂതന്മാർ ഇതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കുക മാത്രമല്ല, ഒരു സ്ക്രീനിൽ എന്ന പോലെ
ഇത് പാപപ്രവർത്തികൾ നിരത്തിവെക്കും. അതിനെക്കുറിച്ച് 3 വാക്യങ്ങൾ. സഭാപ്രസംഗി 12:14 ദൈവം മനുഷ്യന്റെ സകല പ്രവർത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ വരുത്തും. യോബ് 36:9 അവർ അതിക്രമിച്ച അതിക്രമങ്ങളെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 22-ാം വാക്യം. അവരവരുടെ പാപങ്ങൾ ചവർക്കാരൻ തേച്ച് കഴുകിക്കളഞ്ഞാലും അവരുടെ പാപങ്ങൾ എൻ്റെ മുമ്പാകെ മലിനമായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ എല്ലാം റെക്കോർഡിംഗ് ക്യാമറ വെച്ചിരിക്കുക, ഒരുത്തൻ രക്ഷപ്പെടാൻ കഴിയില്ല. പണ്ടതൊന്നുമില്ല. എന്നാൽ ഇപ്പോഴും അകത്തൊക്കെ നടക്കുന്ന കൊലപാതകങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പല കൊലപാതകവും ആത്മഹത്യയാകുന്നു, പല ആത്മഹത്യവും കൊലപാതകമായും മാറാം. പക്ഷേ ഈ കൊലപാതകമായ പലതും ആത്മഹത്യ എന്ന് വിളിച്ചു തള്ളിയതൊക്കെ കൊലപാതകമാകുന്ന ദിവസം ഉണ്ടെന്നേ. കാരണം ഭൂമിയിൽ ആരും റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിലും തമ്പുരാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സകല രഹസ്യങ്ങളുമായി വരുത്തും. ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഭാഗം വിടാൻ മാസ്റ്റേ. സദൃശവാക്യം 26:26 വായിച്ചേ. നിന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും നിന്റെ അകൃത്യം വിസ്താര സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. അതെങ്ങനെന്ന് പറയാം. അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. അപ്പൊ ഇതെങ്ങനെയാന്ന് ഞാൻ പറയാം. ലോകത്തിലെ ഒരു കോടതിക്കും മരിച്ചവനെ വിളിച്ച് വിസ്തരിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ നമ്മുടെ 2 പേരെ കൊന്നല്ലോ, അവരിപ്പോൾ പറയുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. പലയിടത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ കൊല ചെയ്യപ്പെട്ട വ്യക്തിയെ വിളിച്ച് വിസ്തരിക്കാൻ ഒരു കോടതിക്കും കഴിയില്ല. പക്ഷേ സ്വർഗീയ കോടതി ആ കൊല ചെയ്യപ്പെട്ടവനെ വിളിച്ച് വിസ്തരിക്കും. ഒന്ന് ശക്തിയോടെ സഹോദരൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഒരു സ്ഥലത്തൊരു കൊലപാതകം നടന്നു. ഒരു ക്രൂരനായ മനുഷ്യൻ കൊലപാതകം ചെയ്തിട്ട് അവൻ്റെ രക്തം പുറയുടെ വസ്ത്രവും കടാരയെല്ലാം ഒരു നിരപരാധിയുടെ വീട്ടിൽ ചെറ്റക്കുള്ളിൽ കൊണ്ടിട്ടിട്ട് പോയി. പോലീസ് വന്ന് മണം പിടിച്ച് ചെന്ന് ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചെന്നു. പല കേസും പഠിച്ചാൽ പോലീസുകാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്താൽ മതി. ഇടിച്ചു കഴിഞ്ഞ് എത്രയോ അങ്ങനുണ്ട്, നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വെക്കും. അങ്ങനെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ അവനൊക്കെ സംബന്ധിച്ചു. അങ്ങനെ അവനെ കൊണ്ടുവന്നു. സാഹചര്യ തെളിവെല്ലാം അവനെതിരായി. അവസാനം ജഡ്ജി വിധി പ്രഖ്യാപിച്ചു അവനെ തൂക്കിലേറ്റാൻ. ഇവനിങ്ങനെ കൊലമരത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവനെ നോക്കി നിൽക്കുന്നു. അവനവരോടും സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്നരികെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭാര്യയെ, ലോകം മുഴുവൻ എന്നെ ഒരു കൊലപാതകനായി ചിത്രീകരിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഒന്നറിയണം, ഞാൻ ഈ കൊല ചെയ്തിട്ടില്ല. അടുത്ത പദം പറഞ്ഞു, നീതിമാനായൊരു ദൈവമുണ്ടെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. പോരാ, ശക്തിയോട് സ്തോത്രം പറയും. ഈ ഗ്രൗണ്ടിലുള്ള നിങ്ങളോടുമാണ് പറയുന്നത്. കുഞ്ഞെ, സഹോദര, സഹോദരി, നീ ചെയ്യാത്ത കുറ്റത്തിന് നിന്റെ മേൽ കുറ്റം ആരോപിച്ച് നിന്നെ വേദനിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ദിവസം സത്യം വെളിപ്പെടുന്ന ദിവസമുണ്ട്. നന്നായി കൈയടിച്ചൊരു സ്തോത്രം പറഞ്ഞേ. വെള്ളസിംഹാസനം വരും. ആ വെള്ളസിംഹാസനത്തിൽ ഈ നിരപരാധി അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ കാണും, അവനെ വിസ്തരിച്ച ജഡ്ജി കാണും, അവനെതിരായി ബാധിച്ച വക്കീല് കാണും. ഇവരെല്ലാം നിൽക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടവൻ വരും. അതാ ദൈവത്തിൻ്റെ പദ്ധതി. അവൻ വന്ന് പറയും, ഇവനല്ല എന്നെ കൊന്നത്, ഇവനാണ്. ഒന്ന് സ്തോത്രം പറയാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം, ഇതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആകുകയുള്ളൂ. ഒരു പെൺകൊച്ച് നേഴ്സിംഗ് പഠിച്ച് പാസ്സായി ഡൽഹിയിലോ ബോംബെയിലോ പോയെന്നിരിക്കട്ടെ. അവളവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു ലവ് അഫക്ഷനിലായി. ഒരു യുവാവർക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളെ വിവാഹം കഴിച്ചു കൊള്ളാം. ആ വാഗ്ദാനത്തിൽ കുടുങ്ങി അവൾ ഗർഭിണിയായി. അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ ഇട്ടിട്ട് പോയി. പക്ഷെ ആരും അറിയാതെ നാട്ടുകാരറിയാതെ കുഞ്ഞിനെ അവൾ അവിടെ വളർത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വന്നു, ഒരു നല്ല കല്യാണാലോചനയുണ്ട്, ഇതൊന്നും അറിയാതെ നീ വേഗം നാട്ടിൽ വരിക. ആ രാത്രി അവൾ കിടക്കുമ്പോൾ അവൾക്ക് തടസ്സം 2 വയസ്സോ 4 വയസ്സോ ഉള്ള കുഞ്ഞാണ്. പിശാച് പറഞ്ഞു, കൊന്നുകളയുക, എന്നിട്ട് പോയിക്കൊള്ളുക. മനസാക്ഷി പറഞ്ഞു കൊല്ലരുത്. പക്ഷേ അന്ന് പിശാച് ജയിച്ചു. ആര് കാണാൻ? ഒരു ഫ്ലാറ്റിൽ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ അവൾ ഞെക്കിപ്പിടിച്ചു. കുഞ്ഞ് കല്ലുകൾ തള്ളി അവളെ കൊന്ന ശേഷം കക്കൂസ് ടാങ്ക് മാറ്റി ടാങ്കിലേക്ക് ഡെഡ് ബോഡി ഇട്ടിട്ട് അവൾ ട്രെയിൻ കയറിയോ നാട്ടിൽ വന്നു. അവിടെ വിവാഹം ആർഭാടകരമായി നടന്നു. അവൾ വീണ്ടും വിദേശ രാജ്യങ്ങളൊക്കെ പോയി. അവൾക്ക് 2-3 കുഞ്ഞുങ്ങൾ ജനിച്ചു. കാലങ്ങൾ മുമ്പോട്ട് പോയി. ഞാൻ ശ്രദ്ധിക്കണം, മാനസാന്തരപ്പെടാതെ, രക്ഷിക്കപ്പെടാതെ, യേശു ക്രിസ്തുവിൻ രക്ഷിതാവായി അംഗീകരിക്കാതെ അവൾ മരിച്ചു. അന്ത്യന്യായ വിധിയിൽ വെള്ളസിംഹാസനഭാഗം അവൾ വന്നു നിന്നു. അവിടെ ഭർത്താവ് അവിടെയുണ്ട്.
ബാക്കിയുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. അവൾ വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ചെയ്ത രംഗങ്ങൾ സ്ക്രീനിൽ തെളിയിക്കും. ഒരു രാത്രിയിൽ ഈ കുഞ്ഞിൻ്റെ അരികിലേക്ക് അവൾ ചെല്ലുന്നതും അതിൻ്റെ കൊങ്ങായിക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഞെക്കുന്നതും ഈ കുഞ്ഞെ കണ്ണ് തെളിച്ച് നോക്കുന്നതും പിടച്ച് അസ്തമിക്കുന്നതും കാണിക്കും. ഇത് കാണുമ്പോൾ അവൾ വിളിച്ചു പറയും, ഞാനല്ല, ഇത് ഞാനല്ല എന്ന്. ഉടനെ ദൂതന്മാർ പറയും, പുറകോട്ട് നോക്കുക. പുറകോട്ട് നോക്കാൻ പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവൾ കൊന്നു തള്ളിയ 4 വയസ്സുകാരി മമ്മി എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് എഴുന്നേറ്റ് വരും. അവിടെ പാടുവാൻ തുടങ്ങും. അതാണ് വേദവസം പറഞ്ഞു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഈ പ്രഭാഷണം ഞാൻ അവസാനിക്കും മുമ്പ് ഏറ്റുപറഞ്ഞുപേക്ഷിക്കാത്തൊരു പാവവുമായി ഇവിടെ എഴുന്നേറ്റ് പോകരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ എഴുതിയിരിക്കുന്നു. ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു എന്ന കാര്യസ്ഥൻ ഇപ്പോൾ നമുക്ക് പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. നമ്മുടെ ഇതിന് മാത്രമല്ല, മുഴു ലോകത്തിൻ്റെയും പാപത്തിനും പ്രായശ്ചിത്തമാണ്. ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ശുദ്ധീകരിപ്പാൻ കഴിയാത്തൊരു പാവമില്ല, ഒരു പാവിയുമില്ല. ഇതോടൊക്കെ ശക്തിയോടെ ദൈവത്തെ പറയുവാൻ കഴിയും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എങ്ങനെയാണ് ദൈവം റെക്കോർഡ് ചെയ്യുന്നത്? ബൈബിൾ പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, ഈ കല്ലിത് കേട്ടിരിക്കുന്നു, ഈ മണ്ണിത് കേട്ടിരിക്കുന്നു. ഹബക്കൂക്ക് പറയുന്നു, തുലാമുത്തരം നൽകും, തുലാമുത്തരം നൽകും. കട്ടളപ്പടിയൊക്കെ നിലവിളിക്കും. ആകാശം ഇത് കേട്ടിരിക്കുന്നു, ഭൂമി കേട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളെ കൈക്കൊണ്ടില്ലെങ്കിൽ മർക്കോസ് 6:11 നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. ന്യായവിധി നാളിൽ ആ പൊടി ആ പട്ടണത്തിനെതിരെ സാക്ഷിയാകും. അപ്പം മണ്ണ് കേട്ടെന്നും ഭിത്തി ഉത്തരം മരളുമെന്നും മണ്ണിനെ റെക്കോർഡ് ചെയ്യുവാൻ കഴിയുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ മനുഷ്യന് മനസ്സിലായില്ല. ഇത് വിഡ്ഢിത്തമെന്ന് മനുഷ്യൻ പറഞ്ഞു. സ്തോത്രം. മാത്രമാണോ വേദപുസ്തകം പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ബാക്കി പറ ഏത് നിസ്സാര വാക്കിനും ന്യായവിധി നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതങ്ങനെ എത്രയും വാക്ക് പറഞ്ഞ് കണക്ക് ബോധിക്കേണ്ടി വരും. എങ്ങനെയെന്ന് പറയാം. നമ്മുടെ സകല ശബ്ദവും ഈ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ടാപ്പ് ചെയ്തെടുത്താൽ മതി. അതെടുക്കാൻ സാങ്കേതിക വിദ്യ വികസിച്ച് കഴിഞ്ഞു. മനുഷ്യന് കഴിയത്തില്ലെങ്കിലും ദൈവത്തിന് കഴിയും. സ്തോത്രം. ശക്തിയോടെ പറയണം. ഇങ്ങോട്ട് നോക്കിയേ. തീപ്പെട്ടിക്കൂടിനേക്കാൾ നിങ്ങളുടെ വലിയൊരു സാധനമാണ് നിങ്ങളുടെ ഇരിക്കുന്ന മൊബൈൽ. സ്വപ്നത്തിൽ വിചാരിച്ചതാണോ? ഇതുകൊണ്ട് എന്തെല്ലാം നടക്കുന്നത്? നിങ്ങളുടെ മക്കൾ ന്യൂയോർക്കിൽ നിന്നോ, കുവൈറ്റിൽ നിന്നോ, മസ്കറ്റിൽ നിന്നോ, ദോഹയിൽ നിന്നോ, സൗദിയിൽ നിന്നോ, ഡൽഹിയിൽ നിന്നോ, ബോംബെയിൽ നിന്നോ സംസാരിക്കുന്നു. അതേ സെക്കൻഡിൽ ഈ തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള സാധനം കൊണ്ട് നിങ്ങൾ ലോകത്തിൽ എവിടെ നിന്നും പിടിച്ചെടുക്കാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ സംസാരിക്കുന്നത് പ്രസരണം ചെയ്യപ്പെടുകയാണ്, ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ലോകത്തിലെ ഏത് ഭാഗത്ത് നിന്ന് ഈ തീപ്പെട്ടിക്കൂടിന് വലിപ്പമുള്ള സാധനം കൊണ്ടത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തെടുക്കാം, കാണുകയും ചെയ്യാം. ട്രെയിനുകൾ പറക്കുന്നു, ട്രെയിനുകൾ ഓടുന്നു, ഫാക്ടറി വർക്ക് ചെയ്യുന്നു. ബഹളങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ട ശബ്ദം ഈ തീപ്പെട്ടിക്കൂടിന് വലിപ്പമുള്ള സാധനം കൊണ്ട് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും. എൻ്റെ ഈ ശബ്ദം ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൂലിക TV ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മറ്റൊരു വിഷയം പ്രസംഗിച്ചപ്പോൾ പലർത്തവർ കേട്ടതാണ്. സ്തോത്രം. യെരുശലേമിൽ കിടക്കുന്ന 2 സാക്ഷികൾ, അവിടെ ഡെഡ് ബോഡി 3.5 ദിവസം സകല ഭാഷക്കാരും സകല വംശക്കാരും കാണുമെന്ന് ഈ ബൈബിൾ എഴുതി വെച്ചപ്പോൾ ലോകം ചോദിച്ചു, ഏത് കോന്തനായത് എഴുതിയെന്ന്. സ്തോത്രം. അന്ന് ലൈവ് ടെലികാസ്റ്റ് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർ അന്ന് പ്രസംഗിച്ചു, അവിടെ കിടക്കുന്ന ഡെഡ് ബോഡി കേരളം കാണും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ തമ്പുരാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. പോരാ, ശക്തിയോടെ സ്തോത്രം പറ. ഉറങ്ങരുത്. സംഭവിച്ചോ? മണ്ണിത് കേട്ടിരിക്കുന്നു. മണ്ണിന് കേൾക്കാൻ കഴിയും, മണ്ണ് റെക്കോർഡ് ചെയ്യാൻ കഴിയും. എന്റെ ഇരിക്കുന്ന മൈക്രോഫോൺ എത്ര ഉച്ചാസിലാക്കുന്നു, മണ്ണ് കൊണ്ടുള്ളതാ. മൂവി ക്യാമറ ഇത് ഒപ്പിയെടുക്കുന്നു, മണ്ണ് കൊണ്ടുള്ളതാ. മനുഷ്യൻ നിർമ്മിച്ചതാ. മണ്ണാൽ മനയപ്പെട്ട മനുഷ്യ, നിനക്കിത് കഴിയുമെങ്കിൽ നിന്നെ നിർമ്മിച്ച ദൈവത്തിന് എത്രയധികമായി കഴിയും. ഏത് നിസാര വാക്കിനും കണക്ക് കൊടുക്കണം. നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ? തെളിയിക്കാം. ചെയ്യരുത്. ഉറങ്ങല്ലേ. ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങളുടെ വാക്ക് റെക്കോർഡ് ചെയ്യപ്പെടുമോ ഇല്ലെന്ന് തെളിയിക്കാൻ പോവാ. ദയവായി ചെയ്യരുത്. വീണ്ടും വീണ്ടും പറയാം. നിങ്ങൾ ഫോൺ എത്രയോ പേരെ വിളിക്കുന്നത്, എല്ലാം നുണയും കൊതിയൊക്കെ പറയുക. മിക്കവാറും അതിനല്ലേ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ എന്തിനൊക്കെയാണ്?
അത് നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ചെയ്യരുത് എന്നൊന്നുകൂടെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ ഫോൺ വിളിക്കുമ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയോട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാറിൻ്റെയോ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയോ അല്ലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറെയോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറിൻ്റെയോ പേര് കൂടെ പറഞ്ഞു നോക്കുക. ഇടയ്ക്കെങ്ങാനും തട്ടിക്കളയണമെന്നുള്ളൊന്ന് പറഞ്ഞ് റെയ്ഡ് വരും. റെയ്ഡല്ല, ക്ലിപ്പ് ചെയ്യും. അല്ല, മനസ്സിലാകുന്നില്ലേ? ചെയ്യല്ലേ ദൈവത്തെ ഓർത്ത്. എടാ, നീ കൂട്ടുകാരിയോട് പറഞ്ഞ ആര് കേട്ടു? കേട്ടെന്ന്. എത്രയോ മുമ്പ് ഞാൻ ദൈവനായ വിധി ചിലരൊക്കെ ഇരിപ്പുണ്ട്, എഴുതിയപ്പോൾ ഇതൊക്കെ തെളിയിച്ചെഴുതി. മനുഷ്യൻ പറയുന്ന കേട്ടോ, ടെലഫോൺ നുണയും കൊതിയൊക്കെ ആരാധന കഴിഞ്ഞ് പാസ്റ്ററെ കുറ്റം പറഞ്ഞു, വിശ്വാസിയെ കുറ്റം പറഞ്ഞു, നിന്റെ ആരും കേൾക്കുന്നില്ല. സകല നിന്റെ സംഭാഷണം കേൾക്കുന്നുണ്ട് അടുത്ത ആളുകൾ. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ സകല ഫോൺ സംഭാഷണങ്ങളും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഡൗൺലോഡ് ചെയ്യുന്നു, മറ്റൊരു കമ്പ്യൂട്ടർ സ്കാൻ ചെയ്യും, ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യും, അല്ലാത്ത കത്തിച്ച് കളയും. ഓക്കെ, എത്ര മാസം മുമ്പുള്ള ഫോൺ വിളിയൊക്കെ ഇപ്പം പിടിക്കുന്നേ. മുമ്പത്തെ പോലെ VIP കൊല്ലപ്പെടാത്തത് എന്താ? നീ ചലയ്ക്കുന്നത് അവനറിയും, ചലനങ്ങൾ അറിയും, പിടിച്ചു വെക്കും, ശബ്ദങ്ങൾ അറിയും, മെസ്സേജ് അറിയും, എവിടൊക്കെ ആരെയൊക്കെ വിളിച്ചെന്നറിയും. കേസ് തെളിയിക്കാൻ 2 ലക്ഷവും 4 ലക്ഷവും ഒക്കെയാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ദൈവം നിന്റെ കയ്യിൽ തന്നത് ഒരു ന്യായവിധി ഉണ്ടെന്ന് തെളിയിക്കാനാണ്. ഒന്ന് കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്. ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും. 2 വാക്കുകൾ, വരുവീൻ. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പീൻ. മറ്റൊരു പോകുവീൻ. പിശാചിനും അവന്റെ കൂട്ടർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. നിത്യാഗ്നി, നരകമുണ്ടെന്ന് പറഞ്ഞത് നസ്രയനായ യേശുവാ. യേശു 7 പ്രാവശ്യം 6 പ്രാവശ്യം നരകത്തെ 7 പ്രാവശ്യം പറഞ്ഞു നരകത്തെ കുറിച്ച്. 1 നിത്യാഗ്നി, എവർലാസ്റ്റിംഗ് ഫയർ. 2 എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്. 3 എവർലാസ്റ്റിംഗ് ഡാമിനേഷൻ. 4 ഹെൽ ഫയറി. നിത്യാഗ്നി, നിത്യദണ്ഡനം, നിത്യശിക്ഷ, അഗ്നി നരകം, തീയും ഗന്ധവുന്ന തീപ്പൊയ്ക, ഏറ്റവും പുറത്തുള്ള ഇരുട്ട് തീപ്പൊയ്ക. ഈ എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോറെവർ, നിത്യയുഗം. കുറെ നാൾ നരകത്തിൽ നിന്ന് കിടന്നിട്ട് പിന്നെ സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. ഫോറെവർ, ഒന്നുകിൽ നിത്യയുഗങ്ങൾ നീ നരകത്തിൽ കിടക്കും, അല്ലെ നിത്യയുഗങ്ങൾ കർത്താവിനോടൊപ്പം. ഈ ശ്വാസം പോയിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ മാർഗമില്ല. രക്ഷപ്പെടാൻ ഇപ്പം മാർഗമുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കൈയൊന്നുയർത്തി വാ തുറന്ന് ഇനി കൂടുതൽ 5 വിധ ദണ്ഡനവാദികളാൽ നരകത്തിൽ മനുഷ്യൻ ദണ്ഡിപ്പിക്കപ്പെടും. തീയ്, പുക, ഗന്ധകം, പുഴുക്കൾ, ഇരുട്ട്. എല്ലാം വിവരിപ്പാൻ നേരമില്ല. ഒരു വാക്യം മാത്രം വായിച്ചോ, എന്നിട്ട് പുസ്തകം വേണേ അടച്ചോ. യെശയ്യാവ് 30:33. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 33-ാം വാക്യം. യെശയ്യാവ് 30:33 വേഗത്തിൽ വായിക്കാം. അവൻ അവരോട് തകർത്തു പടവെട്ടും. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 33-ാം വാക്യം. പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. കേട്ടോ, അത് രാജാവിനായിട്ടും. അത് ആർക്ക് വേണ്ടി ഒരുക്കി? രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. പിന്നെ അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അപ്പൊ ദൈവം നരകമൊരുക്കിയത് മനുഷ്യനല്ല, പിശാചിനും അവന്റെ കൂട്ടർക്കുവാ. അപ്പൊ പിശാചിനെ സ്നേഹിക്കുന്നവർ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ദൈവം നരകം ഉണ്ടാക്കിയപ്പം ദൈവം ഇച്ചിരി വലുതായിട്ട് അങ്ങ് ഉണ്ടാക്കി. പിന്നെ വായിക്കേ, അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. നരകമുണ്ട്, സ്വർഗമുണ്ട്. നരകം യാഥാർത്ഥ്യമാണ്, സ്വർഗം യാഥാർത്ഥ്യമാണ്. സന്തോഷത്തോടെ സ്തോത്രം എന്ന് പറഞ്ഞേ. നരകത്തെക്കുറിച്ച് പറഞ്ഞ് നിർത്തുകയല്ല, ഇനി സ്വർഗത്തെക്കുറിച്ച് കേൾക്കണോ? സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞ് കേൾക്കണോ? എല്ലാം വേഗത്തിൽ ഒരു 10-20 ഞാൻ പറയാം. വിശുദ്ധന്മാർക്ക് വെളിച്ചമുള്ള അവകാശം, വരുവാനുള്ള ദേശം, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം, സ്വസ്ഥതയുടെ ദേശം, മനോഹര ദേശം, വാഗ്ദത്ത നാട്, പിതാവിന്റെ രാജ്യം, മഹിമാസന്നിധി, ദൈവത്തിന്റെ പറുദീസ, സ്വർഗരാജ്യം, സൂര്യന്റെ പ്രകാശമോ ചന്ദ്രന്റെ പ്രകാശമോ ആവശ്യമില്ലാത്ത നാട്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, സ്വച്ഛ സ്ഫടിക തങ്കം നിർമ്മിതമായ രമ്യഗേഹം, നല്ല ഗേഹം,
ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം, കൈപ്പണിയല്ലാത്ത ദേശം, നിത്യദേശം, ശാശ്വത ഭവനം. അവിടെ സമുദ്രമില്ല, അവിടെ ഇരുളില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ ശാപമില്ല, അവിടെ ഇരുട്ടില്ല. യുഗായുഗം നാം ദൈവത്തോടൊപ്പം വാഴും. അതവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. ഈ എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ് അല്ലെങ്കിൽ എവർലാസ്റ്റിംഗ് ഡാമിനേഷൻ അല്ലെങ്കിൽ നിത്യ സൗഭാഗ്യം, ഈ നിത്യത എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാമോ? ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, പസഫിക് സമുദ്രത്തിൻ്റെ തീരത്തു നിന്നൊരു ഒരു കിളി അതിൻ്റെ ചുണ്ടിൽ കാണാവുന്ന മണ്ണുമായി കൊത്തി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകുന്നു. ഈ മണ്ണ് കൊണ്ട് അവിടെ ഇടുന്നു, എന്നിട്ട് അവിടെ നിന്ന് മണ്ണ് കൊത്തി ഇങ്ങോട്ട് കൊണ്ടിടുന്നു. അങ്ങനെ ഒരു കിളി തൻ്റെ ചുണ്ടുകൊണ്ട് ഇവിടുത്തെ സമുദ്രത്തിലെ മണ്ണ് അപ്പുറത്ത് കൊണ്ടിടുകയും ആ സമുദ്രത്തിലെ മണ്ണ് ഇപ്പുറത്ത് കൊണ്ടിടുകയും ചെയ്യുമ്പോൾ അത് എത്ര വർഷം എടുക്കുമോ അത്രയും വർഷമാകുമ്പോഴും സ്വർഗത്തിലെ ഒരു ദിവസമാകത്തേ ഉള്ളൂ. വെറുതെ അല്ലേ മഞ്ഞു കൊള്ളുന്നത്? നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ കയ്യുയർത്തി പറ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ നമ്മൾ നോക്കിപ്പാർ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് എം ഇ ചെറിയാൻ സാറ് പാടിയത്. കാലമില്ല, ഒരു നിത്യതയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, നിത്യസ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട്. നിങ്ങൾ എവിടേക്ക് പോകാൻ ഒരുങ്ങുന്നു? ഇവിടുത്തെ ആയുസ് 70 ഏറെയായാൽ പറഞ്ഞാട്ട് 80. അതിൻ്റെ പ്രതാപം കഷ്ടവും ദുഃഖവും സങ്കടമൊക്കെ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഭാവികാലം ഓർക്കുമ്പോൾ ഭീതിയാണോ പുഞ്ചിരിയാണോ? ഈ രാത്രി മരിച്ചാൽ എവിടെയായിരിക്കും? സ്വർഗത്തിലോ നരകത്തിലോ? യാതന സ്ഥലത്തോ, നിത്യദണ്ഡന സ്ഥലത്തോ, നിത്യസൗഭാഗ്യ സ്ഥലത്തോ? ഉറപ്പ് പ്രാപിക്കണം.